കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൂരത്തും ചാരത്തുമായിരുന്ന ഞങ്ങളെ സദയം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഫേസ്ബുക്ക് ലൈവിലേക്ക് കടന്നു വരുവാനും വചനദീപ്തി സാക്ഷി കൂടാരത്തിലൂടെ ആമീൻ ഒരു അനുഗ്രഹീതമായ സാക്ഷ്യം കൂടി നിങ്ങളെ കേൾപ്പിക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യാവേളയെങ്കിൽ നമ്മോടൊത്ത് ആമീൻ കർത്താവിന്റെ ദാസൻ ഐവിൻ ജോസഫ് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസൻ ആമേൻ നമ്മെ ഇന്ന് പരിചയപ്പെടുത്തുകയും ആമേൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുകയും ചെയ്യും. അതിനാൽ ആമേൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഐവിൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? പ്രൈസ് ലോർഡ്. എന്റെ പേര് ഐവിൻ ജോസഫ് എന്നാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായി തന്നെ അറിയിക്കുന്നു. ഞാൻ വരുന്ന സ്ഥലം മുംബൈ നിന്നാണ്. നവി മുംബൈ പൻവേൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മുംബൈയിലെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നുല്ലോ അല്ലേ? അതെ, ഞാനിവിടെ നമ്മുടെ പൻവേൽ ചർച്ച് ഓഫ് ഗോഡ് ഇവിടെയാണ് ഞാൻ ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് മാതാവും പിതാവും സഹോദരൻ കുടുംബമായി അവര് ഒരു ഉദാനമായ ഒരു കുഞ്ഞിനെ ഇപ്പോൾ ദൈവം നൽകി തന്നു. നാട്ടിൽ എവിടെ വീട്? എന്റെ വീട് ഞങ്ങളുടെ വീടായിട്ട് പറയുകയാണെങ്കിൽ പപ്പയുടെ സ്ഥലം പത്തനാപുരം മുറുകയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ പക്ഷെ ഇവിടെയാണ്, ബോംബെയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പം മമ്മിയും ഡാഡിയും എല്ലാവരും നിങ്ങൾ ഒരുമിച്ചാണ് താമസം? എല്ലാവരും ഒരുമിച്ചാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഐവിന്റെ ജീവിതത്തിന്റെ ബാല്യകാലത്തിലെ സ്മരണകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാം. അപ്പം നാട്ടിൽ നിന്നല്ല പഠിച്ചത്, പഠനമെല്ലാം ബോംബെയിൽ തന്നെയായിരുന്നു അല്ലേ? അതെ അതെ അതെ. പ്രൈസ് ലോർഡ്. മലയാളം കുഴപ്പമില്ലല്ലോ? മലയാളം കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷം കേരളത്തിലായിരുന്നു, തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവല്ല പായിപ്പാട്. അവിടെയാണ് ഞാൻ ബൈബിൾ കോളേജ് അധ്യാപകം. എന്റെ കംപ്ലീറ്റ് സ്റ്റഡീസ് അവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. സ്തോത്രം. കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് മലയാളത്തിൽ സംസാരിച്ചുകൊള്ളും. കൃപയാല് ആമീൻ നമുക്ക് ഈ ഒരു അനുഭവ സാക്ഷ്യം നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആമീൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി തന്റെ ജീവിതം ആമീൻ ഒഴിഞ്ഞു വെക്കുവാൻ ആഗ്രഹിച്ചു. ഇന്ന് അനേക ചെറുപ്പക്കാര് ആമീൻ ജോലി തേടിയും തങ്ങളുടെ ജീവിതത്തിൽ പലവിധമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ചുരുക്കമായി കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങുന്ന ചെറുപ്പക്കാരിൽ ഒരുവനാണ് ആമേൻ കർത്താവിന്റെ ദാസൻ ഐവിൻ ജോസഫ്. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മോന്റെ പ്രായമേ വരികയുള്ളൂ എങ്കിൽ പോലും വളരെ ആമേൻ ഞാൻ സ്നേഹിക്കുന്നു. കാരണം കർത്തനാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കുമ്പോൾ കർത്താവ് തരുന്ന അധികാരം അത് പ്രായമല്ല. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുവോ അവിടെയൊക്കെയും അവന്റെ മഹിമ കണ്ട സാക്ഷിയാകുക എന്നുള്ളതാകിയാല് ആമേൻ പ്രായമോ പരിധിയോ ഒന്നും നമ്മുടെ മുൻപിൽ വലുതല്ല. കർത്താവിന്റെ മുൻപിൽ രാജാവിന്റെ അരമനയിൽ പോലും നിർത്തുവാൻ കഴിവുള്ള ദൈവം, ആമേൻ ശിശുക്കളെ ജ്ഞാനിയാക്കുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ആമേൻ പൈതലിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ കർത്താവിന്റെ ദാസനെ സ്വാതന്ത്ര്യത്തോടെ ഇന്ന് നമ്മുടെ നടുവിൽ സാക്ഷിക്കുവാൻ അവകാശവും ആമേൻ അതിനുള്ള അവസരവുമുണ്ട്. ആമേൻ ഒരു നിമിഷം ആമേൻ നമുക്ക് പ്രേക്ഷകരെ ആമേൻ ഒരുമിച്ച് ചേർന്ന് ഈ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും തലകളെ വണക്കിയാട്ടെ. സൂം പ്ലാറ്റ്ഫോമിലൂടെയും ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, തുടർന്ന് യൂട്യൂബ് ചാനലിലൂടെയും ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അനേകർക്ക് ഈ സാക്ഷ്യം ഒരു ചലഞ്ചായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ആമേൻ യൗവനക്കാരുടെ നടുവിൽ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടണം. ആമേൻ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നാം ആഗ്രഹിച്ചാൽ ആ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആമേൻ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനും ആലോചനയിൽ ശക്തനുമായ ദൈവമാ. ആമേൻ കഴിഞ്ഞ ദിവസമാണ് ആമേൻ
ഐവിനുമായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുവാൻ ഇടയായത്. എനിക്ക് അധികം കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും ആമേൻ ഐവിൻ തുടർന്ന് തൻ്റെ വിദ്യാഭ്യാസം ആമേൻ തുടരാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് അറിവിൽപ്പെടുവാൻ ഇടയായത്. പ്രിയ പ്രേക്ഷകരെ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ആമേൻ ആവശ്യമാണ്. കാരണം ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവീനെന്ന് കൽപ്പിച്ച അരുമനാഥന്റെ വാക്ക് കേട്ട് ആമേൻ ഒന്നും നോക്കാതെ തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി ആമേൻ ഒഴിഞ്ഞു വെക്കുമ്പോൾ ആമേൻ പ്രിയപ്പെട്ടവരെ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ സഹായ സഹകരണങ്ങൾ ചെയ്യുക നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആകയാല് ആമേൻ പ്രിയ പൈതലിന്റെ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കും മുൻപായി കർത്താവിന്റെ പൈതലിന് ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമേറിയ നിമിഷം ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. ഞങ്ങൾ പതിവ് പോലെ ഒരു കൂട്ടമായിട്ടല്ല ആമേൻ അനുനിമിഷവും ഓരോ ദിവസവും ഞങ്ങൾ നടത്തുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഓരോരുത്തരായി ഓരോ ദിവസവും വന്ന് കർത്താവ് ഈ പ്ലാറ്റ്ഫോമിൽ എൻ്റെ അപ്പന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അനേകർക്ക് അത് വിടുതലും ആശ്വാസവുമായി മാറുന്നുവല്ലോ. അപ്പോൾ തന്നെ കർത്താവെ, അങ്ങയുടെ പൈതൽ ഐവിന് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് വായി കൂടെ ഇരിക്കണം. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കൺട്രോളിങ്ങിലായിരിക്കാൻ ഏൽപ്പിച്ചു തരികയാണ് കർത്താവെ. പ്രേക്ഷകർക്ക് വേണ്ടി സ്തോത്രം. അവരുടെ ഹൃദയത്തിന് ഇതൊരു സന്തോഷമുള്ള ആമേൻ സാക്ഷ്യമാകുവാൻ, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആമേൻ ചലിക്കപ്പെടുന്ന ഒരു സാക്ഷ്യമായി മാറുവാൻ കർത്താവ് ഇടയാക്കണം. അതിനായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ ദാസന്റെ ബാല്യകാല സ്മരണകളെ ഒക്കെ ഓർത്തെടുത്ത് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എങ്ങനെ വിളിയുണ്ടായി ഒക്കെയും ആമേൻ പറയുവാൻ അവസരമുണ്ട്. അതിനുവേണ്ടി ആമേൻ കർത്താവിന്റെ ദാസൻ ഐവിൻ ജോസഫിനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ആമേൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഇന്ന് ഈ രാത്രികാലം ഇവിടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നൽകി തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായി ബീന ആന്റിയോട് നന്ദി പറയുന്നു. പ്രിയ ആന്റിയാണ്. ആന്റിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞ ദിവസം ദൈവം ഇടവരുത്തി, ഒരു മുഖാന്തരം എന്ന് പറയാം. എന്നാൽ ദൈവത്തിന്റെ പ്ലാനിൽ പെടുന്ന കാര്യമാണെന്ന് ഞാനിത് വിശ്വസിക്കുന്നു. നമ്മളൊക്കെയും ചിന്തിക്കാത്ത പലതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ നമ്മൾ അതിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ ദൈവം ചില വഴികൾ, ചില വാതിലുകൾ, ചില അറിയാത്ത, ചില കേൾക്കാത്ത, ചില കാണാത്ത വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, അറിയാത്ത, കാണാത്ത, കേൾക്കാത്ത ജീവിതങ്ങളിൽ കൂടെ ദൈവം എങ്ങനെയാണ് ഇത്രത്തോളം എന്നെ കൊണ്ടു നടന്നത്, ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ തന്നെ ഞാൻ ഇന്ന് രാത്രികാലം ഈ സമയം എനിക്ക് ലഭിച്ചതിൽ എൻ്റെ കൂടെ ആയിരിക്കുന്ന എല്ലാവരും എല്ലാവർക്കും ഈ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരോടും ഉള്ള ദൈവത്തോടെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, ബാല്യകാല സ്മരണകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഞാൻ ജനിച്ചതും വളർന്നതും ഒരു പെന്തക്കോസ് ഫാമിലിയിലാണെങ്കിലും ഞങ്ങളുടെ മാതാവും പിതാവും അവർ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് കത്തോലിക്കയും CSIയും ആണ്. അപ്പോൾ തന്നെ അവരുടെ ഭവനത്തിൽ പലരും പതുക്കെ പതുക്കെ വിശ്വാസത്തിലൊക്കെ വരുന്നു. പലർക്കും ഞങ്ങൾ വിശ്വാസത്തിൽ വന്നത് കണ്ട് ചിലർക്ക് അത് ഒരു എന്താ പറയാ, ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രീതികളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യങ്ങളും ഉണ്ട്. പലവിധമാകുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഭവനത്തിനകത്തുമൊക്കെയും അലയടിച്ച സമയങ്ങളൊക്കെയും എൻ്റെ മമ്മിയുടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് മാതാവ്, പിതാവ്, ഒരു സഹോദരൻ, ഞങ്ങൾ 3 പേരായിരുന്നു. എന്നാൽ എൻ്റെ രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരിൽ എൻ്റെ എൽഡർ ബ്രദർ, അത് കഴിഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആള് ജനിച്ചപ്പോഴേ നിമോണിയ മുഖാന്തരം ആള് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ കാരണം ഇടയായി. അപ്പോൾ തന്നെ അത് കഴിഞ്ഞ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ 9 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. എന്നാൽ പോലും അങ്ങനെ ഉള്ള ഒരു പലവിധമാകുന്ന പ്രശ്നങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ തന്നെയും ഞങ്ങളുടെ കുടുംബത്തെ ദൈവം സഹായിച്ച് കൂട്ടിച്ചുകൊണ്ട് ഇതുവരെയും കരം പിടിച്ചുകൊണ്ട് നടത്തുന്നു. അപ്പോൾ ഞങ്ങളുടെ മമ്മി ഞങ്ങളുടെ കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പ്രിയ മെച്ചിയാണ് എന്നെ എപ്പോഴും എന്റെ കൊച്ചിലെ മുതലേ എന്നെ കൊണ്ടു നടക്കുകയും പ്രയർ മീറ്റിങ്ങിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോയി ചർച്ചിലൊക്കെ പോകുമ്പോൾ പാസ്റ്റർ എപ്പോഴും കിലുക്കടിച്ച് പാട്ട് പാടും, പ്രാർത്ഥിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഇത് സൺഡേ കണ്ടിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ വീട്ടിൽ വന്നാണ് ഇത് അനുകരണം ചെയ്തുകൊണ്ടിരുന്നത്. പറയത്തില്ലേ, കുഞ്ഞു പിള്ളേരെപ്പോഴും
വലിയ ആൾക്കാരെ കണ്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. എപ്പോഴും നമ്മൾ പിള്ളേരായിരിക്കുമ്പോൾ, കുഞ്ഞു കുട്ടികളാകുമ്പോൾ പലരും ഓർക്കും അവര് ചിലത് മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. പക്ഷെ ആ സമയമാണ് ഏറ്റവും കൂടുതൽ സൈക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ ഏറ്റവും കൂടുതൽ അവരുടെ മുതിർന്ന ആൾക്കാരെയോ അവരുടെ മാതാപിതാക്കളെ അവരുടെ ചുറ്റുമുള്ളവരെയൊക്കെ അവരെന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്ത് അത് അവരിൽ നിന്ന് പഠിക്കുന്നു. അത് ചീത്ത കാര്യങ്ങളായാലും അത് നല്ല കാര്യങ്ങളായാലും. അപ്പോൾ അങ്ങനെ ആ ദൈവദാസൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പുള്ളിയുടെ പേര് പാസ്റ്റർ സാം എന്നാണ്. ചർച്ച് ഓഫ് ഗോഡ് ബോറിവിലി വെച്ച് അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ വളരുന്നത്. അങ്ങനെ വളർന്ന് ആ അമ്മച്ചിയൊക്കെ എപ്പോഴും പറയും, പ്രാർത്ഥിക്കാൻ സമയമാകുമ്പോൾ ഞങ്ങളുടെ താമസിച്ചുകൊണ്ടിരുന്നത് നേരത്തെ ഞങ്ങളൊരു ചാലിലായിരുന്നു, ഒരു ചോളിൽ, മലാഡ് വെസ്റ്റ് ഗേറ്റ് നമ്പർ 6 ഒരു ചോളിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് എപ്പോഴും വൈകുന്നേരം സമയമാകുമ്പം അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കാണും. അതുപോലെ തന്നെ എൻ്റെ പപ്പ വെളിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും അവധിക്കൊക്കെ കടന്നു വരുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കുവാനും പഠിപ്പിക്കുന്നതും, വചനത്തിൽ കൂടെ പ്രാർത്ഥനയിൽ എപ്പോഴും വചനം പറയും. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് കേട്ടാണ് എപ്പോഴും ജീവിതത്തിലും മനസ്സിലെ അത് ഇങ്ങനെ ഉറച്ചിരുന്ന് എല്ലാ സമയവും പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം വരുന്നതാണ് നാവിൽ അത് ചലിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വന്ന ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയതയിൽ വളരുവാൻ തക്കവണ്ണം നമ്മുടെ കുടുംബം ഇങ്ങനെ സഹായത്തോടെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ പപ്പായിക്ക് ഒരു എന്താ പറയാ വലിയൊരു ആക്സിഡന്റ് സംഭവിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ അദ്ദേഹം വെളിയിലായിരുന്നപ്പോൾ സമയത്താണ് നടന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡിസ്കിന് കംപ്ലൈന്റ് വരികയും, മീൻസ് അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിന് ഇഞ്ചുറി പറ്റുകയും, അതുകൊണ്ട് പിതാവിനോട് പല ഡോക്ടർമാരൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഇനിയും മുന്നോട്ട് ജീവിക്കത്തില്ല, നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് എന്താ പറയാ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെയും മെഡിക്കൽ സയൻസ് പറഞ്ഞു. എന്നാൽ അത്ഭുതകരമായി ദൈവം ഇന്നയോളം വരെ വഴി നടത്തുന്നു. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, അങ്ങനെ പലവിധമാകുന്ന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് ആണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒക്കെയും ദൈവസന്നിധിയിൽ ഇരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ വലിയ ഒരു മറുപടി കാണുവാനും അനുഭവിക്കാനും ഇടയായി തീർന്നു. അപ്പോൾ വളർന്നു വന്നപ്പോൾ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മമ്മിയുടെ മമ്മി, ഞാൻ പറഞ്ഞ അമ്മച്ചി, മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കടന്നുപോയി. അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് ആ അവിടുന്ന് മാറി ഞങ്ങൾ നവി മുംബൈ എന്ന സ്ഥലത്ത് ഇവിടെ വന്ന് പാർക്കുന്നത്. ഇവിടെ പാർക്കുമ്പോൾ തന്നെ ഇവിടെ അറിയാത്ത കേൾക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രായത്തിലും ഞാനിങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെയും പലവിധമാകുന്ന ലോകപരമാകുന്ന കൂട്ടുകാരും ഒക്കെ വരും. അവരുടെ വിധമാകുന്ന ജാതികളാണ് ഈ ചുറ്റും മൊത്തമുള്ളത്. ഇവിടെ വിശ്വാസി എന്ന് പറയുന്നത്, ഈ ബിൽഡിങ്ങിലും ഞങ്ങൾ താമസിക്കുന്നിടത്തും വിശ്വാസി എന്ന് പറയുന്നത് വെറും ഞങ്ങളൊരു കുടുംബമേ ഉള്ളൂ. ഞങ്ങളൊരു കുടുംബം മാത്രമാണ് ഇവിടെ ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ, ഇതിനകത്തുള്ള 28 കുടുംബങ്ങളുടെയും ഹൃദയത്തോട് നീ സംസാരിക്കണമേ, ഇടപെടണമേ, ദേശത്തെ നീ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് സ്കൂളിലൊക്കെയും അവിടെയും എല്ലാ കൂട്ടുകാരും എന്നൊക്കെ പറയുമ്പോൾ ജാതികളും മറ്റ് പലരുമൊക്കെയാണ്, സമൂഹത്തിലുള്ളവരൊക്കെയാണ്. അപ്പോൾ അവർ തമ്മിലൊക്കെ ഇങ്ങനെ കൂട്ടുകൂടുമ്പോഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകും. പക്ഷെ എന്നാൽ ദൈവം പലതും ദാവീദിനെ പഠിപ്പിച്ച പ്രകാരം എൻ്റെ ജീവിതത്തിൽ ബാല്യകാല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഒരു സ്ക്രീൻ ഓപ്പണായി വരുന്ന കണക്കിന് ദൈവം എന്നോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി പലപ്പോഴും പറയുമായിരുന്നു, ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോഴൊന്നും നമ്മളത് കേട്ടു, പക്ഷെ നമുക്ക് അത് അറിവില്ല. എന്നാൽ നമ്മളിങ്ങനെ വളർന്നു വന്നൊരു സമയം വന്നപ്പോൾ കൃത്യമായി ദൈവാത്മാവ് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പോയി. കോളേജിന് ശേഷം കോവിഡ് സമയമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചാൽ എൻ്റെ പഠനകാലത്തെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും ഞാൻ വളരെ വളരെ വീക്കായ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഒരിക്കലും എനിക്ക് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെയല്ല. ഞാൻ ഒരിക്കലും ഒരു എന്താ പറയാ ക്ലാസ്സിൽ ടോപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു. വളരെ ഒരു മിനിമൽ ഒരു ആവറേജ് സ്റ്റുഡന്റായി ഇരുന്ന എന്നെ ദൈവത്തിന്റെ ആത്മാവ് മുമ്പേ നമ്മള് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ തന്നെ നിങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, അല്ലെ ഭൂമിയുടെ അടിസ്ഥാനത്തിന് മുമ്പേ തന്നെ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ആ പ്രകാരം തന്നെയാണ് ദൈവം എന്നെ നേരത്തെ കണ്ടു, അറിഞ്ഞു.
അവൻ അത് ഏറ്റെടുത്തു. അപ്പോൾ തന്നെ ഞാൻ വളരെ ഒരു മിനിമലായിരിക്കുന്ന ഒരു സ്റ്റുഡന്റ്, എനിക്ക് ആവറേജ് മാർക്ക് പോലും എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രകാരം ഇവിടെ ഹിന്ദി മറാഠി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ വളരെ വീക്കായ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു, ഭാഷകൾ പഠിപ്പിച്ചു, മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ ഘട്ടങ്ങളിലും കൂടെ നയിച്ചു. എനിക്ക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാം എനിക്ക് ഒരു ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത് മാത്തമാറ്റിക്സിലാണ്. അപ്പോൾ തന്നെ ലാംഗ്വേജ്, ഹിന്ദി മറാഠി എന്ന് പറഞ്ഞ ലാംഗ്വേജിന് വളരെ കൂറായ ഒരു മാർഗമായിരുന്നു. വീട്ടിൽ നമ്മൾ മലയാളം സംസാരിക്കുന്നു, അങ്ങനെ ഒരു 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 ഇതിലൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിട്ടു ആ സമയത്തൊക്കെ ബാല്യകാലത്ത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ പറയാമല്ലോ, ഹിന്ദിയിൽ ഞാൻ പറയാം, ഇത് ലൈവ് ആയതുകൊണ്ട് നമുക്കൊരു പരിമിതി ഉണ്ട്, എന്നാൽ ഞാൻ പറയാം, ഹിന്ദിയിലൊക്കെ എനിക്ക് ഹിന്ദിയുടെ എക്സാം എഴുതിയിട്ട് വരുമ്പോൾ ഒരു സമയത്ത് എനിക്ക് ഹിന്ദിയുടെ എക്സാമിന് വെറും വളരെ തീരെ മാർഗ് കുറവൊരു മാർഗായിരുന്നു കിട്ടിയത്. ഞാൻ പറയാം, ഇതിന്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ വളർന്നു വരുമ്പോൾ ഞാൻ എന്നോട് ടീച്ചേഴ്സ് 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞവരുണ്ട്, എന്നെ നോക്കി പറഞ്ഞവരുണ്ട്. എന്റെ അമ്മ എന്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പൊ എന്റെ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിലാണ് ഞാനും എന്റെ 8, 9, 10 പഠിച്ചത്. അവിടെ വെച്ച് 9ാം ക്ലാസ്സിൽ ജയിക്കുന്നവർക്ക് മാത്രമേ അവർ 10ാം ക്ലാസ്സിലോട്ട് പോകാൻ കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർ 17 നമ്പർ ഫോം വരുന്നത് ഫില്ല് ചെയ്യണം. ആ സമയത്ത് എന്റെ അമ്മയോട് പറഞ്ഞു, ടീച്ചേഴ്സ് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോന് ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, പ്രൈസ് ദ ലോർഡ്, എങ്ങും തോക്കാതെ വണ്ണം ദൈവം വെല്ലുവിളിച്ചവരല്ലെ നിന്ദിച്ചവരുടെ മുന്നേ അത്ഭുതകരമായ ഒരു വിജയകരമായ ജയം നൽകി മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. മനുഷ്യനാൽ തള്ളപ്പെടുന്നവനെയാണ് ദൈവം ഉയർത്തുകയും മാനിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ പറയായിരുന്നു, പപ്പ പറയായിരുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകുകയില്ല. നിനക്ക് എന്തിലും വിഷയത്തിൽ ഭാരമുണ്ട്, നീ ഉപവസിക്ക്, നീ പ്രാർത്ഥിക്ക്. നിന്റെ എക്സാമിന് മുന്നേ നീ ഉപവസിക്ക്, നീ പ്രാർത്ഥിക്ക്, നീ വിടുതൽ കാണും. നിന്റെ ബുദ്ധിയിലല്ല, നിന്റെ മിടുക്കിലല്ല, നിന്റെ സാമർഥ്യത്തിലല്ല. എന്റെ വീട്ടുകാർ പഠിപ്പിച്ച ഒരു കാര്യമാണ്, എന്ത് വിഷയമുണ്ടോ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുക. അതാണ് എന്റെ ജീവിതത്തെ എപ്പോഴും മാറ്റിവരച്ച്. ഞാൻ പറഞ്ഞില്ലേ, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ, പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എന്റെ വീട്ടുകാർ, ഇവര് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വചനം എടുത്തു വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്രകാരം തന്നെ ഞാനും ഇത് കേട്ട് ഞാനും ഇത് ഉൾക്കൊണ്ട് വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാനതിനെ വഹിച്ചു കൊള്ളാമെന്ന്. എന്റെ ഭാരം ഇതാ കർത്താവേ, നീ ഇതിനെ വഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ഒറ്റൊരു പ്രാർത്ഥനയായിരുന്നു. ഒരു പൊട്ടനെ പോലെ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുമായിരുന്നു. അങ്ങനെയാണ് ദൈവം അത്ഭുതകരമായി അവിടെ നിന്നെല്ലാം ഒരു വിടുതൽ നൽകി. ഹല്ലേലൂയ. എനിക്ക് തന്നെ ഒരു അതിശയമാണ്, ഞാൻ എങ്ങനെ എന്റെ 9ഉം 10ഉം ഒക്കെ കഴിഞ്ഞ് ഞാൻ മുൻപോട്ട് പോയെന്ന്. ഒത്തിരി കോമ്പറ്റീഷൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണല്ലോ നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ആ സമയത്ത് മുൻപോട്ട് ദൈവം നയിച്ചു കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ 12, 10, 11, 12 കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തമായി ഇടപെട്ടു. എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. എന്റെ വിളിക്ക് നീ നീ വിളിക്ക് ഒത്തവണ്ണം ഇറങ്ങിത്തിരിക്കണം. ആ ഒറ്റ ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇതെന്റെ ഇഷ്ടപ്രകാരമല്ല, പക്ഷെ ദറ്റ് ഇസ് ദ ബർഡൻ ദാറ്റ് ഈസ് ബീങ് ലെയ്ഡ് അപ്പോൺ മീ. അത് എന്റെ മേൽ കിടക്കുന്ന ഒരു ഭാരമാണ്. ആ വെലസാണ് പൗലോസിനെ യൂദയിലും സമരിയയിലും യെരൂശലേമിന്റെ അറ്റോളം വരെയും ലോകത്തിന്റെ അറ്റോളം വരെയും കടന്നു പോകുവാൻ തക്കവണ്ണം ഇടവരുത്തിയത്. ആ ഒറ്റ ഒരു കാര്യമാണ് ഇന്നും എന്നെയും ഇത് പ്രേരണ നൽകി തന്ന് എന്നെയും ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, 1 ശമൂവേലിന്റെ പുസ്തകം 16 അതിന്റെ അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, but the Lord said to Samuel, do not consider his appearance, or his height, for I have rejected him. The Lord does not look at the things man looks at. Man looks at the outer appearance, but the Lord looks at the heart. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമൂവേൽ പ്രവാചകനോട് ദൈവത്തിലെ ആത്മാവ് വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യനോ പുറമേ ഉള്ളതിനെ നോക്കുന്നു, എന്നാൽ ദൈവമോ
ആമേൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി ഞാൻ പറയാം, പലരും അവരെ എഴുതി ഗ്യാരണ്ടിയോട് പറഞ്ഞതാ, ആമേൻ ഇവൻ തോക്കും, ഇവന്റെ പഠിപ്പ് ഇവിടം വെച്ച് നിൽക്കും. ഞാനും ഈ കരുതിയത്, ഞാൻ ഈ പേന താഴെ ഇട്ടിരിക്കുന്നു, എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ആമേൻ ഓർമ്മയിൽ നിൽക്കത്തില്ല, ഞാൻ പഠിക്കുന്നതൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, മനസ്സിലാകുന്നില്ലെന്നുള്ളത് ഒരു വിചാരത്തിൽ ഞാൻ നിന്നു. മനുഷ്യർ പലരും പുറമേ ഉള്ളതിനെ നോക്കി, എന്നാൽ യഹോവയോ എന്റെ ഹൃദയത്തെ അറിഞ്ഞു. എന്റെ ഹൃദയത്തെ അറിഞ്ഞവനാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം ഞാൻ മുൻപോട്ട് കടന്നുപോയി. ദൈവ വിളിക്ക് ആമേൻ വലയേറ്റി, ദൈവ വിളിക്കൊത്തവണ്ണം ഞാൻ ഇറങ്ങി. കോവിഡ് ആയിട്ട് ആ സമയം എന്റെ സ്നാനം കഴിഞ്ഞിട്ടില്ല. ഞാൻ ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, സ്നാനം ഏൽക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ആ സമയം കോവിഡ് ആയിരുന്നപ്പോൾ സ്നാനം ആമേൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആമേൻ 12ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടി. ആമേൻ അവിടെ അത്ഭുതകരമായി ദൈവം ഒരു വിജയം നൽകി തന്നു. ആമേൻ മുൻപോട്ട് ബൈബിൾ കോളേജിലോട്ട് പോകാൻ ഇങ്ങനെ തീരുമാനിച്ചു ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ പലരും നെഗറ്റീവായിട്ട് പറഞ്ഞു, കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു, എന്തിനാണ് ഇതിനു വേണ്ടി പോകുന്നത്, ഇതിന് പോയാൽ എന്ത് ലഭിക്കും, നീ എന്ത് ചെയ്യും. ആമേൻ ഇന്നത്തെ ക്രൈറ്റീരിയ പ്രകാരം ആമേൻ 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 നമ്മുടെ കൂട്ടത്തിലുള്ള ആമേൻ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞ കാര്യമാണ്, ഇത് പഠിക്കാൻ പോകും, ദൈവ വേലയ്ക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ, എന്ത് നേടാനാന്ന് വരെ ചോദിച്ചവരുണ്ട്. ആമേൻ കൂട്ട സഹോദരങ്ങൾ തന്നെ ചോദിച്ച ഒരു സമയമുണ്ട്. ദൈവവേലയ്ക്ക് ഇറങ്ങി ഇന്നത്തെ കാലത്ത് എന്ത് നേടാനാണ്, എന്ത് ചെയ്യാനാണ്, എങ്ങനെ കുടുംബം ആമേൻ മുന്നോട്ട് കടന്നു പോകും, എന്ത് ചെയ്യും, നിങ്ങൾ 2 ആമ്പിള്ളാരല്ലേ ഉള്ളൂ, എന്ത് ചെയ്യും, നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമെന്നൊക്കെ ചോദിച്ചവരുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ഒന്നും കണ്ടിട്ടല്ല, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ദൈവത്തെ മുഖം മാത്രം നോക്കിയാണ് ഇറങ്ങി തിരിച്ചത്. ഇസ്രായേലിൽ മോശയുടെ മുഖം നോക്കി ഇറങ്ങി തിരിച്ചവരുണ്ട്, യഹോവയുടെ മുഖം നോക്കി ഇറങ്ങി തിരിച്ചവരുണ്ട്. യഹോവയുടെ മുഖം നോക്കിയവരെ അവരുടെ മുഖം പ്രകാശിച്ചു, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ വ്യക്തമായ ഒരു ജീവിക്കുന്ന സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ജീവന്റെ സാക്ഷ്യം ഞാൻ പങ്കുവെക്കട്ടെ പ്രിയ സുഹൃത്തുക്കളെ. ആമേൻ ആമേൻ. നിന്ദിച്ചവര്, പരിഹസിച്ചവര്, ഇതിനെന്തിനു വേണ്ടി ആമേൻ നീ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ ചിന്തിച്ചവരുടെ മുൻപിൽ ആമേൻ എന്നോട്, ഞാൻ പോകുന്ന ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്ന ആ സഭയിലെ പാസ്റ്റർ വരെ ചോദിച്ചു, ആമേൻ എങ്ങനെ അഡ്മിഷൻ കിട്ടും, സ്നാനം പെട്ടില്ലെങ്കിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോഴൊക്കെയും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവം അത്ഭുതകരമായി ആമേൻ പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി പഠിക്കുവാൻ തക്കവണ്ണം ദൈവം വഴിയെയും വാതിലിനെയും ഒരുക്കി നൽകി തന്നു. അവിടെ BTH പഠനം തുടങ്ങി. ആമേൻ തുടങ്ങിയതിന് കുറച്ച് നാൾക്ക് ശേഷം തന്നെ കോവിഡിന്റെ ഒരു ബ്ലോക്ക് മാറിയപ്പോൾ ആമേൻ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടവന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുവാൻ, ദൈവസന്നിധിയിൽ ഇരുന്ന് ആരാധിച്ച് പുതിയൊരു ആത്മീക തലത്തിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ദൈവം തന്നെ വഴിയെ മുഖാന്തരങ്ങളെ ഒരുക്കി തരുവാൻ ഇടയായി തീർന്നു. നാം ഒരു ആഗ്രഹം ദൈവസന്നിധിയിൽ വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവമാണ് അവൻ. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവമക്കളെ, ഞാൻ വിശ്വാസത്തോടെ, ഉറപ്പോടെ, ദൃഢനിശ്ചയത്തോടെ അത് പറയുവാൻ സാധിക്കും. മനുഷ്യനോ നിന്റെ പുറമേയുള്ള വസ്ത്രത്തെ നോക്കും, നിന്റെ പുറമേയുള്ള ക്വാളിഫിക്കേഷനുകളെ നോക്കും, നിന്റെ പുറമേയുള്ള ആമേൻ ആമേൻ ഔട്ട്ഫിറ്റിനെ നോക്കും. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, എന്റെ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. He looks into the man's heart. Amen. Neither to the people's personality, neither to the people's appearance, neither to the people's qualification, but he qualifies the unqualified. Hallelujah. Hallelujah. My Lord, he qualifies the unqualified. Amen. ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ വിളിച്ച് അവൻ യോഗ്യനാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടവരുത്തി. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ എനിക്ക് പറയുവാൻ ആമേൻ സമ്പത്തോ ആമേൻ പുരാണ സമ്പത്തോ ഒന്നും എന്റെ പക്കലില്ല. പറയുവാൻ തക്കവണ്ണം എനിക്ക് ഒന്നും ആമേൻ സമ്പാദ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് പറയാം, ഞാൻ ജീവിക്കുന്നത് ആമേൻ ക്രിസ്തുവിന് വേണ്ടി മാത്രം. ആമേൻ ജീവിക്കുന്നത് ക്രിസ്തുവിന്, മരിക്കുന്നത് എനിക്ക് ലാഭമെന്ന് പൗലോസ് പറയുന്ന പ്രകാരം. ആമേൻ നേടുവാനും സമ്പാദിപ്പാനും ശേഷിപ്പാനും കൂട്ടിവെക്കുവാനും ഒന്നുമില്ല, അതൊന്നും വേണ്ട. ഇതാ യുദ്ധങ്ങളൊക്കെ നമ്മുടെ ആമേൻ ചുറ്റും നടന്നു നിൽക്കുമ്പോൾ ആമേൻ ഈ സമ്പാദിക്കുന്നതൊക്കെ 6 അടി മണ്ണിലേക്ക് മടങ്ങി
പോകുമ്പോൾ ഈ ഒരു ദൃശ്യമാണ് ദൈവം എന്റെ മനസ്സിൽ തന്നത്. എന്റെ മനസ്സിലോട്ട് ദൈവം ആമേൻ ആ ഭാരം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും ചിന്തിച്ചത് എന്താണെന്നറിയാമോ? എനിക്കൊരു സഭയ്ക്കകത്ത് മാത്രം നിന്ന് പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററായിട്ടല്ല. ആമേൻ, ദൈവം എന്റെ ഹൃദയങ്ങളെ ടച്ച് ചെയ്ത് ഞാൻ അറിയാത്ത മേഖലകളിൽ കൊണ്ടുപോയി. ഞാൻ BTH പഠനം 2 വർഷം ഓൺലൈൻ ചെയ്തു കഴിഞ്ഞ് 3-ാം വർഷം ഞാൻ കടന്നു പോകുന്നത് ആമേൻ കോളേജിലോട്ടാണ്. കോളേജിൽ ചെന്ന് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത്, BTH പഠനം തുടങ്ങുന്ന സമയത്ത് 40-45 പിള്ളേരുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഗ്രാജുവേറ്റ് ആകുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ വെറും 7 പേരായിരുന്നു ഞങ്ങൾ ഗ്രാജുവേറ്റ് ആയത്. ആമേൻ, കൂടെ ഉണ്ടായിരുന്നവരൊക്കെയും ആമേൻ പൊഴിഞ്ഞുപോയി, പലരും വിട്ടുപോയി, പലരും ഇട്ടിട്ട് പോയി. എന്നാൽ ആമേൻ ആമേൻ തുടക്കം മുതൽ അവസാനം വരെയും ദൈവ കരം പിടിച്ചു വഴി നടത്തി എന്ന് വേണം പറയാൻ. ആമേൻ, 3-ാം വർഷം കടന്നുപോയി. അവിടെ ജോയിൻ ചെയ്തപ്പോൾ ആമേൻ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, എനിക്കൊന്നും അറിയത്തില്ല. ലൈബ്രറി പോയി എങ്ങനെ ബുക്ക് എടുക്കണം, എങ്ങനെ അസൈൻമെന്റ് ഒന്നും അറിയത്തില്ല. ആമേൻ, അന്ന് ആ സമയത്ത് തന്നെ ആമേൻ ആമേൻ ടീച്ചർമാർ വന്നിട്ട് പറയുമായിരുന്നു, ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ ഇവനെ ആമേൻ എങ്ങനെയാണ് മുൻപോട്ട് ഇനി കാര്യങ്ങളെന്ന് ചോദിക്കുമായിരുന്നു. എന്നാൽ ഞാൻ പറയാം, ആമേൻ ആ സമയത്ത് പല പ്രശ്നങ്ങൾ, പല പ്രതിസന്ധികൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നത്, ആദ്യമായിട്ടാണ് ഞാൻ സമൂഹത്തെ കാണുന്നത്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ആ സമയം ഒന്നും അറിയത്തില്ല. വെറും ഒരു ആടിനെ പോലെ ചെന്നായ്ക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ ഇടയിൽ കടന്നു പോകുന്ന ഒരു അവസ്ഥയുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ എനിക്ക് അഭയം നേടുവാൻ ഒറ്റയൊരു സ്ഥലമേ ഉള്ളൂ. അവൻ ബൈബിൾ കോളേജിൽ പോയി അവിടുത്തെ ടൈം ടേബിൾ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്റെ കിളി മൊത്തത്തിൽ പോയെന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ അവിടെ പഠിക്കുവാനും അവിടുത്തെ ടൈം ടേബിളുമായിട്ടും അവിടുത്തെ കൾച്ചറുമായിട്ടൊക്കെ യോജിച്ചു പോകുവാൻ സമയമെടുത്തെങ്കിലും അവൻ പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളിൽ ഇങ്ങനെ അടിത്തട്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആമേൻ ഞാൻ എന്റെ അഭയം തേടിക്കൊണ്ടിരുന്നത് എപ്പോഴാണെന്നറിയാമോ? എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ രാത്രി ഞങ്ങളുടെ ചാപ്പൽ മുറി, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ചാപ്പലിനകത്ത് കടന്നു എന്ന് അവസാനത്തെ ആ ഒരു റോയിൽ ചെന്നിരുന്ന് നെടമ്പാട് വീണ് കരയുന്ന രാത്രികൾ. ആ രാത്രികൾ ഞാൻ കരയുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, നീയാണ് എന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ തക്കവണ്ണം എന്റെ കർത്താവെ നീ എന്നെ ഇടവരുത്തണമേ. നിന്ദിക്കുവാൻ ആമേൻ ലജ്ജിക്കുവാൻ തക്കവണ്ണം നീ ഇടയാക്കരുതേ. കർത്താവെ, നീ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ വഴിയിലിട്ടിട്ട് പോകാത്ത ദൈവമാണല്ലോ. നീ എന്നെ കരം പിടിച്ച് നടത്തണമേ, നീ എനിക്ക് ബുദ്ധി തരണമേ, നീ എനിക്ക് ജ്ഞാനം തരണമേ. ആമേൻ, ജ്ഞാനിയായ ശലോമോൻ രാജാവ് ആമേൻ 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 നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചത് ധനം സമ്പത്തോ ഒന്നുമല്ല. അവൻ പറഞ്ഞത് എനിക്ക് ഈ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണമുള്ള ആ ആമേൻ ജ്ഞാനത്തെയും പരിജ്ഞാനത്തെയും നൽകി തരണമേ എന്നാണ്. ആമേൻ, ഒറ്റ കാര്യമേ ഞാൻ ദൈവത്തോട് ചോദിച്ചുള്ളൂ: കർത്താവേ, നീയാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആമേൻ, നിന്റെ നാമം എന്നിൽ കൂടെ മഹത്വം എടുക്കണമേ. ഞാനോ കുറയണം, നീയോ വളരണം, എന്റെ യഹോവയുടെ നാമം മഹത്വപ്പെടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ പ്രാർത്ഥന ആ സമയത്ത് ഞങ്ങളുടെ ഈ ഫോണില്ല. ആമീൻ, കോവിഡ് കഴിഞ്ഞ് എന്ന് കുറച്ചുനാൾ ഞങ്ങളുടെ ഈ ഫോൺ ഉണ്ടായിരുന്നു. അതിനുശേഷം കോളേജെല്ലാം ഫോണുകൾ എടുത്തു. ആമീൻ ഞങ്ങൾക്ക് വീട്ടുമായിട്ട് ബന്ധപ്പെടുവാൻ ഒരു മാർഗവും ഇല്ല. ആഴ്ചയെ മാത്രം ഞങ്ങൾക്ക് 2 ദിവസം ഫോൺ ലഭിക്കും. ആ സമയമാണ് വീട്ടിലോട്ട് വിളിക്കേണ്ടത്. എന്നാൽ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പപ്പായിക്ക് ആമേൻ സ്പൈനിൽ പ്രോബ്ലം ഉണ്ട്. ആമേൻ ഒത്തിരി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ വീട്ടിൽ ഇവർ ഞങ്ങളുടെ പപ്പായിക്ക് ഇപ്പം നല്ല ഏജ് ഉണ്ട്, മമ്മിക്കും വയ്യാതായിരിക്കുന്നു. അവരൊക്കെ ഈ രോഗികളാണ്. അവരെ വിളിച്ച് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് തോന്നുന്നതെന്ന് ചിന്തിച്ച് പലപ്പോഴും ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മളതങ്ങ് മറന്നു കളയും. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ ചെന്ന് ആമേൻ കരയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ രാത്രിയിൽ നിന്റെ കരച്ചിലാണ് രാവിലെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, യഹോവ നിന്റെ കരച്ചിലുകളെ എല്ലാം മാറ്റി ആമേൻ ഒരു റിഫ്രഷ് ചെയ്യുന്നത് പോലെ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കരഞ്ഞ് വീണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു റിഫ്രഷ്മെന്റ് നൽകി തന്ന ആമേൻ ഒരു പുതിയ ഒരു ഉത്തേജനം നൽകി മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഭവനത്തിലൊന്നും ഞാൻ ഷെയർ ചെയ്യത്തില്ല. എന്റെ പ്രയർ മാറ്ററുകൾ എല്ലാം ഉണ്ടല്ലോ. ഞാനിങ്ങനെ എനിക്കൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെ എന്ത് പ്രയർ വിഷയങ്ങളുണ്ടെങ്കിലും ഞാനിങ്ങനെ ബുക്കിൽ എഴുതി വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ആരെന്നോട് എന്ത് പ്രയർ മാറ്റർ പറഞ്ഞാലും ഞാൻ അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ ഇരുന്ന പ്രാർത്ഥനയാല് യാചനയോടെ മുൻപോട്ട് പോയി. ഞാൻ പറയട്ടെ, അത്ഭുതം എന്ന് പറയാം. ആമേൻ എങ്ങനെ ജയിക്കുമെന്ന് അവിടെ ചോദിച്ചെടുത്തും BTH കംപ്ലീറ്റ് ചെയ്തത് ഞങ്ങൾ 7 പേര്. ഗ്രാജുവേഷൻ ലഭിച്ച് അക്കാഡമിക് ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ അക്കാഡമിക് ഡീൻ കൂടെ പഠിച്ചവരെല്ലാം കൂടെ നിൽക്കുക. ആ സമയത്ത് എന്നോട് പറഞ്ഞത്, ഐവിനെ
കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. നിന്നെ ആമേൻ യു ആർ പ്രൊമോട്ടഡ് ആമേൻ ടു MDiv സെക്കൻഡ് ഇയർ. ആമേൻ. ഫസ്റ്റ് ഇയർ ചെയ്യേണ്ട ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലേക്ക് ഒരു അപ്ഗ്രഡേഷൻ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ എൻ്റെ പേന താഴെ വെച്ചതാണ്, എന്നാൽ താഴെ വെച്ചെടുത്തുനിന്ന് ദൈവം വീണ്ടും ഈ മഷി എടുത്ത് എൻ്റെ ചരിത്രം എഴുതുവാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ എന്നെ പുകഴ്ത്തുവാനല്ല, ഇത് ദൈവനാമം പുകഴ്ത്തുവാൻ, ദൈവനാമം ഉയരപ്പെടുവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നമ്മൾ എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നോ അവിടെ വെച്ച് തുടങ്ങുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയാം. അക്കാഡമിക് ഡീൻ അത്രയും പേരുടെ മുന്നേ വെച്ച് പറഞ്ഞത്, ആമേൻ, അടുത്ത വർഷം വന്ന് MDiv സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്തോളാൻ. എന്റെ കൂടെ പഠിച്ചവരൊക്കെ അവരിപ്പോഴും MDiv ഫസ്റ്റ് ഇയറിൽ ആമേൻ ആണ് അവര് കയറി വന്നത്. എന്നാൽ ഞാൻ ദൈവകൃപയാൽ MDiv സെക്കൻഡ് ഇയറിൽ പോയി ഒരു അപ്ഗ്രഡേഷൻ ലഭിച്ച് ആമേൻ 3 വർഷത്തെ തീർക്കേണ്ട മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ദൈവകൃപയാൽ 2 വർഷത്തിനകത്ത് തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആമേൻ ആ കരുണയും സഹായവും എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ ഹല്ലേലൂയ. ആമേൻ. 2 വർഷം അവിടെ പഠിക്കുവാനും അവിടുന്ന് അത്ഭുതകരമായി അവിടെയും ആ സമയവും ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ട ഒരു സമയമാണ്. ആത്മീയഗോളത്തിൽ എപ്പോഴും പിശാചാകുന്നവൻ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുന്നെന്ന് വചനം പറയുന്നെങ്കിൽ അത് വളരെ ശരിയാണ്. ഞാനൊരു ദിവസം ഞാൻ പറയാം, എൻ്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, പറയാൻ തുടങ്ങിയ ഇന്നത്തെ സമയം തികയത്തില്ല. എന്നാൽ ഞാൻ പറയാം, MDiv പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒത്തിരി പ്രയാസ പ്രതികൂലങ്ങൾ വന്നു. BTH ഗ്രാജുവേറ്റ് ആകുന്ന സമയം ഞങ്ങളുടെ വീട്ടിൽ ആകെ ഞങ്ങളുടെ സഹോദരനാണ് ഒരാൾ വർക്ക് ചെയ്യുന്നത്. ആള് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ ആളുടെ സാലറിയിലാണ് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഞങ്ങൾ വേണേൽ പറയാം. അപ്പൊ ആളുടെ പെട്ടെന്ന് ആ സമയത്ത് ആള് ഖത്തറിലായിരുന്നപ്പോൾ എൻ്റെ BTHന്റെ ഗ്രാജുവേഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ ജോലി അവിടെ നിന്ന് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. കോവിഡ് കഴിഞ്ഞപ്പോൾ ബിസിനസ് ഇല്ലാതെ, ജോലിയില്ലാതെ ഭാരപ്പെട്ട ഒരു സമയമുണ്ട്. 6 മാസത്തോളം ജോലി ഇല്ലാതായിരുന്നു. ആ സമയം എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ വന്ന് ആ സമയം ഞാൻ ഓർത്തു, BTH കഴിഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും ജോലിക്ക് പോവാൻ എന്ന് ഞാൻ തീരുമാനിച്ചു. ആ സമയം ഞാൻ ജോലിക്ക് കടന്നു പോകാൻ ഒരിടത്ത് പോയി ഇന്റർവ്യൂ കൊടുത്തു. ഒത്തിരി ദൂരെ, ഇവിടെ നിന്ന് ഞാൻ അന്തേരി വരെ പോയി ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മോനെ, നീ ഇന്റർവ്യൂവിനൊന്നും പോകണ്ട, എങ്ങും നീ പോകണ്ട, നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, നീ ഒന്ന് പ്രാർത്ഥിക്ക്. നീ ഒന്നിരുന്ന് പ്രാർത്ഥിക്ക്. ഞാനത് കേട്ടു. ഞാൻ ഉപവാസത്താലും പ്രാർത്ഥനയോടെ ഞാനും മമ്മി ഇരിക്കുവാൻ ഇടയായി തീർന്നു. അത്ഭുതം എന്ന് പറയട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചു. MDiv സെക്കൻഡ് ഇയറിന് പോകാൻ ഞാനിങ്ങനെ ചിന്തിച്ചു, എങ്ങനെ ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കും, എങ്ങനെ ഫീസ് എങ്ങനെ കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകളെന്ന് ചിന്തിച്ചു. ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരുന്നു. എന്നാൽ വിശ്വാസത്തോടെ ഞാൻ പറയാം, ഞാനൊരു ചുവട് വെച്ചു. അവൻ ഒന്നും നോക്കിയില്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചൊരു ചുവട് വെച്ചു. ആമേൻ. അവിടെ അഡ്മിഷന് ഓക്കെ പറഞ്ഞു. ആമേൻ. കടന്നു ചെന്നു, പഠിക്കുവാൻ വേണ്ടി തുടർച്ചയായി കടന്നു ചെന്നു. ഞാൻ പറയട്ടെ, ആ സമയം ദൈവം സഹോദരന് വേണ്ടി അത്ഭുതകരമായി മറ്റൊരു സ്ഥലത്ത് ഒരു പുതിയ ജോലി ദൈവം ഒരുക്കി വെച്ചു. അത്ഭുതകരമായി ദൈവം അദ്ദേഹത്തിന് വേണ്ടി ഒരു വഴിയെ തുറന്നു. ആ മുഖാന്തരം ഞാനും എൻ്റെ പഠനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കടന്നുപോയി. ആ സമയം പിന്നെ ഒരു സമയം വന്ന് ഞങ്ങളുടെ വെക്കേഷൻ മിനിസ്ട്രി സമയത്ത് MDiv സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരിയാനയിൽ കടന്നു പോകാൻ ദൈവം ഒരു അവസരം നൽകി. എനിക്ക് എപ്പോഴും മിഷൻ ചെയ്യുവാൻ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ വെറും ചർച്ചിൽ നിൽക്കുവാൻ മാത്രമല്ല, ചർച്ചിന്റെ വെളിയിലേക്ക് കടന്നു പോകുവാൻ, ജനത്തിന് മധ്യ ഇറങ്ങി ചൊല്ലുവാൻ ഒരു ഹൃദയം ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. ഇവിടെ ആയിരിക്കുമ്പോഴും ഞാൻ റെഡ് ലൈറ്റ് ഏരിയയിൽ കടന്നു പോകുമായിരുന്നു, തുർബെ റെഡ് ലൈറ്റ് ഏരിയയിൽ. അവിടെ കടന്നുപോയി കുഞ്ഞു പിള്ളേരെ, അവർക്കറിയത്തില്ല അവരുടെ മാതാവ് പിതാവ് ആരാണ്. അപ്പോൾ ഞാൻ വെക്കേഷന് വരുമ്പോൾ അവിടെ ചെന്ന് അവരുടെ ഇടയിൽ ക്യാമ്പ് നടത്തുകയും ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഹരിയാനയിൽ ഞാൻ എൻ്റെ സെക്കൻഡ് ഇയർ പഠനം കഴിഞ്ഞ് വെക്കേഷന് പോയപ്പോൾ ഹരിയാനയിൽ പോയി. ആ സമയം ഞാൻ അവിടെ കടന്നു ചെന്ന് ഞങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ കൂടെ പോയതാണ്. അവിടെ ചെന്ന് നമുക്കവിടെ ഒത്തിരി ലിമിറ്റേഷനുകളുണ്ട് സുവിശേഷം പറയുന്നതിൽ. അപ്പോഴൊക്കെ അവിടെ ഇങ്ങനെ പല വിഷയങ്ങൾ ഉള്ളപ്പോഴും നമ്മൾ അവിടെ കടന്നു ചെന്ന് ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ ചെന്ന് സുവിശേഷം പറയുകയും അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ വന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഞങ്ങള് 4 പേര് പോയി. അതിൽ നിന്ന് 2 പേര് അവിടുത്തെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഒരു വ്യക്തി എൻ്റെ കൂടെ വന്നു.
ഒരു 3-4 ദിവസം നിന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. അദ്ദേഹത്തോട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. എന്നാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു നിന്നു. അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ സോപ്പ് പത വരുന്നത് പോലത്തെ വെള്ളമാണ് നമുക്ക് കുടിക്കാൻ കിട്ടുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അത് ഭൂമിയുടെ ഒത്തിരി അടിക്കൂന്ന് വരുന്ന ഒരു വെള്ളമാണ്. അപ്പോൾ തന്നെ ഞാൻ പറയാം, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് വെള്ളം മേടിച്ചാലും അതേ ടേസ്റ്റ് ആണ്. സദർന എന്ന് പറയുന്ന ജില്ലയിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 12 മണിക്കും നമുക്ക് സ്വെറ്റർ ഇട്ടുകൊണ്ടിരിക്കണം, അത്രയും തണുപ്പേറിയ ഒരു സ്ഥലമാണ്. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഓർഗനൈസേഷൻ നടത്തുന്നവര് ഞങ്ങൾക്ക് നൽകി തന്നുകൊണ്ടിരുന്നത് ഒരാഴ്ചത്തെ ഗ്രോസറിയാണ്. അതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് കടകളൊന്നും ചുറ്റിനില്ല. അപ്പോൾ ഈ ഗ്രോസറി എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ബ്രെഡ് അത് ഒരാഴ്ചത്തേനാണ്. ഒരു പീസ് ബ്രെഡും ഒരേ ഒരു മുട്ടയും അത് മാത്രമേ രാവിലെ ലഭിക്കൂ. ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഡാളാണ് ഹിന്ദിക്കാരുടെ ഡാളും ചോറും. നമ്മൾ എന്തുണ്ടാക്കിയാലും അത് അപ്പം തന്നെ അത് തണുത്തു പോകും. അപ്പോൾ ഞാൻ എന്നാലും ആ സമയം ചിന്തിച്ചു, കർത്താവേ, പലരും പല കഷ്ടങ്ങളുടെ ഇടയിൽ കൂടെ പോകുമ്പോഴും നീ ഇത്രയും നല്ല ഒരു അന്നം തരുന്നുണ്ടല്ലോ. ഇതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. എന്റെ പപ്പ എപ്പോഴും പറയുമായിരുന്നു, ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പേ, ചിലപ്പോൾ A ക്ലാസ്, ചിലപ്പോൾ B ക്ലാസ്, ചിലപ്പോൾ നോ ക്ലാസ്. അപ്പോൾ ഞാൻ എപ്പോഴും അത് മനസ്സിൽ ഇങ്ങനെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം ബൈബിൾ കോളേജിലെ, പക്ഷെ ഞാൻ പറയാം, ഏറ്റവും നല്ല ഫുഡാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഏറ്റവും ബെസ്റ്റ് ഫുഡ് ബൈബിൾ കോളേജിലെ ഫുഡാണ് ഞാൻ പറയാം. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനാണ് അന്ന് മനസ്സിലാക്കി, ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ കിട്ടുന്ന ഫുഡിനായി നന്ദി. അനേക ആൾക്കാര് അമേരിക്കയിലും മറ്റുമൊക്കെ അധ്വാനിച്ച് അവര് ക്യാരവാനിലൊക്കെ താമസിച്ച്, ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറയുമായിരുന്നു, അവര് ക്യാരവാനിലൊക്കെ താമസിച്ച് അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അവര് ഇവിടെ ഇന്ത്യയിലേക്ക് മിനിസ്ട്രിക്ക് വേണ്ടി അയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അന്ന് ഞാൻ മനസ്സിലാക്കി ഈ അന്നത്തിന്റെ വില എന്തുവാന്ന്. ഒരു പീസ് ബ്രെഡും ഒരേ ഒരു മുട്ടയും, അല്ലെ ചില സമയത്ത് അതുപോലുമില്ല, ഗ്രോസറി ഒന്നുമില്ല, മേടിക്കുവാനൊന്നും പറ്റത്തില്ല, നമുക്ക് എങ്ങോട്ടും പോകുവാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ അവിടെ മിനിസ്റ്റർ ചെയ്ത് 1 മാസം അവിടെ നിന്നതിന് ശേഷം തിരിച്ച് മടങ്ങി വന്നപ്പോൾ, ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞാൻ മൊത്തത്തിൽ ടൈഫോയിഡിനാൽ ബാധിച്ചു. എന്റെ ശരീരത്ത് ഒന്നും കഴിച്ചാൽ പിടിക്കത്തില്ല. ഡയറിയയും ടൈഫോയിഡും ഒക്കെ ആയിട്ട് ശരീരം മൊത്തം വീക്കായി. ഇപ്പൊ കാണുന്നത് പോലെ ഒന്നും അല്ല, അങ്ങ് ഉണങ്ങിപ്പോയി. മൊത്തത്തിൽ ഞാൻ ആളില്ലാതായി പോയി. മരണത്തോടും മുഖാമുഖം കണ്ട ഒരു സമയം. ഞാൻ കിടക്കുമ്പോൾ ദൈവം എന്നോട് പറയും, നിന്റെ മിഷൻ ഇവിടെ വെച്ച് തീർന്നിട്ടില്ല. അവസാനിച്ചെന്ന് നിനക്ക് തോന്നുമെങ്കിലും ഇവിടെ വെച്ച് തീർന്നിട്ടില്ല. ഇനിയും പല ഓട്ടം നിനക്ക് ഓടാനുണ്ട്. MD സെക്കൻഡ് ഇയർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുന്ന് ആ ഓട്ടം കഴിഞ്ഞ് ഒന്ന് റിക്കവറായി വന്നപ്പോൾ വീണ്ടും ഞാൻ തുർബെ റെഡ് ലൈറ്റ് ഏരിയയില് മിനിസ്ട്രിക്ക് കടന്നുപോയ സമയത്ത് എന്റെ ബോഡി ഒത്തിരി വീക്കായിരുന്നു. അപ്പൊ അവിടെ ക്യാമ്പ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ മിനിസ്ട്രി ചെയ്ത് ഒരു ദിവസം ഞാൻ മടങ്ങി വരുമ്പോൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഒരു വ്യക്തി വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നഖമുണ്ട്, നഖത്തിനകത്ത് ബ്ലേഡ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ വോളറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഇല്ല, ഒന്നുമില്ല. പൈസ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പൈസ അതാ. പറഞ്ഞു ഇല്ല. എവിടുന്ന് വരിക? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് വരിക, ഇവിടെ ഇന്ന പോലത്തെ ഒരു മേളിലുള്ള ഒരു NGOയിൽ ഞാൻ ഇങ്ങനെ ക്യാമ്പിന് വന്നതാന്ന് പറഞ്ഞ് അദ്ദേഹം ഏക്കുന്നില്ല. അദ്ദേഹം ലഹരിയിലാണ്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റ് ഏരിയയാണ്, കംപ്ലീറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള ഒരു സ്ഥലമാണ് തുർബെ റെഡ് ലൈറ്റ് ഏരിയ. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ഇത്രയും മാത്രം ഹൃദയത്തിൽ പറഞ്ഞു, കർത്താവേ, നീ വിടുവിക്കണമേ. വചനത്തിൽ പറയുന്നത് സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ന് പറയുന്നത് അതേ പ്രകാരമെന്ന് ഞാൻ പറയാം. ഈ ഇദ്ദേഹം കയ്യിൽ ബ്ലേഡ് ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയം എന്റെ ശരീരം ഒത്തിരി വീക്കാണ്, ടൈഫോയിഡിനാൽ ബാധിച്ചു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട്. അദ്ദേഹം അവിടെ സൈഡിൽ നിന്ന ഒരു സ്ത്രീ, അവിടുത്തെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പറയാം, ഇവനെ എടുത്തോണ്ട് പൊക്കോ, അവിടെ കിഡ്നാപ്പ് ചെയ്യും, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ സമയം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരെ എന്ത് വേണമെങ്കിലും ആക്രമിക്കാം. അവരുടെ ബോധം ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് അവര്. ആ സമയത്ത് ദൈവകൃപയാൽ 2 പേരെ അവിടെ അയച്ചു. പ്രായമുള്ളവർ വന്നിട്ട് പറഞ്ഞു,
ഇവൻ അവിടെ വന്നതാ, അവിടെ വന്ന ഒരു വ്യക്തിയാ, ഒന്നും ചെയ്യണ്ട വിട്ടേക്കാനെന്ന് പറഞ്ഞ് അവര് തന്നെ വന്നു. അവര് പറഞ്ഞു പൊക്കോളാനെന്ന് പറഞ്ഞു. ആ സമയം അത്ഭുതകരമായി ഞാൻ പറയട്ടെ, ദൈവം ആമേൻ അവിടുന്ന് വിടുവിച്ചു. ഹാലെലൂയ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ന് പറയുന്നത് പോലെ ആമേൻ. പലപ്പോഴും നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ, പല പ്രശ്നങ്ങളും മുഖാമുഖം കാണുമ്പോൾ ആമേൻ നാം ഭയപ്പെട്ടു പോകുന്ന വേളകളുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മൾ ബ്ലാങ്ക് ഔട്ട് ആയി പോകുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ആ സമയം ദൈവത്തിൽ ആമേൻ മാത്രം ആശ്രയം വെച്ചുകൊള്ളുക. അവൻ നിങ്ങളെ കൃത്യസമയത്ത് വിടുവിക്കും. അവൻ നിന്റെ രക്ഷയ്ക്കായി ഇറങ്ങി വരും. അവൻ ജീവിതങ്ങളെ ഉണർത്തിവിടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അറിയാത്ത, കാണാത്ത, കേൾക്കാത്ത വ്യക്തി ജീവിതങ്ങളെ ദൈവം ഉണർത്തുമെന്ന് പറഞ്ഞത്. ആമേൻ. അപ്രകാരം തന്നെ MD സെക്കൻഡ് ഇയറിൽ ഞാൻ എൻ്റെ ഫീസിന്റെ കാര്യത്തിൽ ഒത്തിരി ഭാരപ്പെട്ട സമയമുണ്ട്. ആ സമയം എനിക്ക് അറിയത്തില്ല എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന്. സഹോദരന് അത്ര നല്ല സാലറി ഒന്നും ഇല്ലായിരുന്ന സമയത്ത് പോലും ഞാൻ ഇങ്ങനെ വിചാരിച്ചു ചിന്തിച്ച സമയത്തൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പല കാക്കകളെ കൊണ്ടും ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ആമേൻ. ഞങ്ങൾ മീറ്റിങ്ങിന് കടന്നു പോകുന്നിടത്ത് അവിടുത്തെ ആമേൻ, ഞാൻ പറയാം, ആളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇതൊരു ലൈവായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയാമല്ലോ, പല ആൾക്കാരും ആമേൻ അറിയാത്ത, കാണാത്ത, കേൾക്കാത്ത ജീവിതങ്ങളൊക്കെ കടന്നു വന്ന് ആമേൻ അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ താമസിക്കാൻ വേണ്ടിയ കാര്യങ്ങള്, മറ്റു കാര്യങ്ങളൊക്കെയും പല അത്ഭുതകരമായി. ഞാൻ ഹരിയാനയ്ക്ക് ഇന്നതുപോലെ മിനിസ്ട്രിക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ ആമേൻ അവിടുത്തെ ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐവിന് ഫോണില്ലല്ലോ, ഐവിനൊരു നല്ല ഫോണിന് വേണ്ടി ഞാൻ കുറച്ച് സഹായിക്കാന്ന് പറഞ്ഞ് എനിക്ക് അദ്ദേഹം ഒരു തുക തന്നിട്ട് പറഞ്ഞു, ഒരു ചെറിയ അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ തുകയാണ് ഞാൻ തരുന്നത്, മുന്നോട്ട് പോകുമ്പോൾ അത് സഹായപ്പെടും, ഐവിനൊരു ഫോൺ മേടിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് തന്നു. പക്ഷെ ഞാനത് ആ പൈസ കൊണ്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ അവിടെ ഞാൻ പല രീതിയിലും ഞാൻ ആ സമയം ആ പൈസ സത്യം പറഞ്ഞ അവിടെയാണ് ഉപകാരപ്പെട്ടത്. അവിടുത്തെ മിനിസ്ട്രിക്ക് അത് ഉപകാരപ്പെട്ടു. അങ്ങനെ ആ രീതിയിൽ ഞാൻ അങ്ങനെ പല തവണ ദൈവം സഹായം പല രീതിയിൽ കൂടെ ഏലിയാവിന്റെ കാക്ക ഏലിയാവിനെ കാക്കയെ കൊണ്ട് ദൈവം പോറ്റിച്ചെന്ന് പറയുന്നതിൽ ഒരു അതിശയമില്ല. ദൈവം അത്ഭുതകരമായിട്ട് അറിയാത്ത, കാണാത്ത വഴികൾ, വാതിലുകളിൽ കൂടെ ദൈവം സഹായിപ്പാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ഞാൻ പറയാമല്ലോ, തേർഡ് ഇയറിലും അത്ഭുതകരമായി ദൈവം പഠിക്കുവാനും കഴിഞ്ഞ ഫെബ്രുവരി മാസമായപ്പോഴാണ് ഗ്രാജുവേഷൻ ഞങ്ങളുടേത്. ആ സമയമൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയോടൊക്കെ ആയിരുന്നപ്പോൾ സമയത്ത് പെട്ടെന്ന് പപ്പായിക്ക് സ്പൈനൽ പ്രോബ്ലം കൂടുവാനും വേദന കൂടി ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടു. അടുത്ത ഗ്രാജുവേഷൻ വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ B3 ഗ്രാജുവേഷൻ സമയത്താണ് സഹോദരന് ജോലി പോകുന്നത്. MD സെക്കൻഡ് ഇയർ ആയപ്പോൾ വീണ്ടും പിശാചാകുന്നവൻ വീണ്ടും ഒരു പരീക്ഷ തന്നെ കൊണ്ടിട്ടു. ആ സമയം പപ്പായിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സ്പൈനിന് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് നിന്ന സമയത്തൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഒരു വിടുതൽ കണ്ടെത്തുവാനും, ഇപ്പോഴും അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ തന്നെ സാധ്യതകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേഷനുള്ള ഒരു നമുക്കൊരു ചെലവിനൊന്നും വഹിപ്പാൻ ഒരു കഴിവുമില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, MD തേർഡ് ഇയർ സമയത്ത് ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞിട്ട് നിർത്താം. നേപ്പാളിൽ നിന്ന് വന്നൊരു സഹോദരന് അദ്ദേഹം പഠിക്കുവാൻ വേണ്ടി വന്നു ഫസ്റ്റ് ഇയറില്. അപ്പോൾ അദ്ദേഹം എന്നോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് ഇവിടെ കിഡ്നിക്ക് വേദന വന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി. GMM കടന്നുപോയി. അവിടെ ഒത്തിരി പൈസ ചെലവായി അദ്ദേഹത്തിന്. ഒന്നും റിസൾട്ട് കണ്ടില്ല. ടെമ്പററി മാത്രം ഒരു റിസൾട്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കിഡ്നിയിൽ കല്ലുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ വേദന ഒത്തിരി കൂടുന്നുണ്ട്, ഞാൻ എന്നാ തിരിച്ച് നേപ്പാളിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ഞാനും എൻ്റെ കൂട്ടത്തിലെ ഒരു ബ്രദറും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ഞാനൊരു സൺഡേയിൽ അപ്പോൾ ചർച്ചിൽ ഞങ്ങളുടെ രാവിലെ ചാപ്പലുണ്ട്. ചാപ്പൽ കഴിഞ്ഞ് തിരിച്ച് 9 മണിക്ക് മടങ്ങി വന്ന് ഞാൻ ഈ ബുക്ക് എടുത്തു വെച്ചിട്ട് വിഷയത്തെ എഴുതി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നടന്നൊരു കാര്യമാണ്, അതിശക്തിയല്ല പറയുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ വിൻഡോ ഓപ്പൺ ആണ്. പ്രാർത്ഥിക്കുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ കാറ്റിനകത്ത് പ്രവർത്തിക്കുന്ന രാജകുമാരന്മാരുണ്ട്. ഈ കാറ്റിന്റെ അന്തരീക്ഷം മാറി വരുമ്പോൾ ഒരു വ്യത്യസ്തമാകുന്ന ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവരും. അപ്പോൾ 9 മണിക്ക് ചാപ്പല് കഴിഞ്ഞ് മടങ്ങി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പുസ്തകത്തിൽ എഴുതി ബൈബിൾ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു.
അവൻ ഈ സഹോദരൻ ആ ജനലിന്റെ അവിടെ വരുന്ന ഇങ്ങനെ തട്ടിയപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടി തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ കുറച്ചു നേരം ആ ജനലെ പിടിച്ചു നിന്നു. ഞങ്ങൾ ഒരുമിച്ച് വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾ സൺഡേയില് പ്രാക്ടിക്കൽ മിനിസ്ട്രിക്ക് കടന്നു പോകുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ മിനിസ്ട്രിക്ക് കടന്നുപോയി, ഞങ്ങൾ ഒരുമിച്ചാണ് കടന്നുപോയത്. കടന്നുപോയിട്ട് തിരിച്ചു വന്ന് ഞാൻ പറയാമല്ലോ, അദ്ദേഹം മൂത്രം ഒഴിക്കാൻ പോയി. അദ്ദേഹത്തിന്റെ യൂറിനിൽ കൂടെ ഈ കല്ല് കടന്നു വന്നു, വെളിയിൽ പുറത്തു വന്ന് അദ്ദേഹം അതെടുത്ത് കഴുകി വന്നിട്ട് കൊണ്ടുവന്ന് ഒരു പ്ലാസ്റ്റിക്കിൽ ഇട്ടുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ബ്രദർ, ദിസ് ഈസ് മൈ ടെസ്റ്റിമണി. ഹല്ലേലൂയ. നേപ്പാളിൽ നിന്ന് ദൈവവചനം പഠിക്കുവാൻ കടന്നു വന്ന ഈ സഹോദരൻ തിരിച്ച് മടങ്ങി പോകണമെന്ന് പിശാച് പദ്ധതിയിട്ടു. എന്നാൽ ആ പദ്ധതി എല്ലാം നിഷ്ഫലമായി പോകും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നമുക്കൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിൽ എനിക്ക് വളരണം, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് ഒറ്റ ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ നിനക്ക് വേണ്ടി വൻ പാറകളെ പൊട്ടിച്ച് അത് നിനക്ക് വേണ്ടി പാതകളാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ജീവിക്കുന്ന സാക്ഷി ഞാൻ നിങ്ങളുടെ മധ്യയെ പങ്കുവെക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവ പ്രവൃത്തി എന്ന് പറയുന്നത്. അത് അത്ഭുതകരമാണ്, അത് അതിശയമാണ്. അത് മനുഷ്യന്റെ കണ്ണിൽ ആശ്ചര്യം എന്ന് പറയാം. ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തീർക്കാം. MDiv അപ്രകാരം MDiv 3rd ഇയർ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. മുൻപോട്ട് വന്ന് ഒത്തിരി കോമ്പറ്റീഷൻ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. എന്നാൽ അവിടെയും ദൈവം പല കാര്യങ്ങളും പല വ്യക്തികൾ ജീവിതങ്ങളിൽ കൂടെ പഠിപ്പിക്കുവാനും ആത്മീയ തലങ്ങളിൽ വളരുവാനും പല സമയത്തും ഈ ഫീൽഡിൽ നിന്ന് തന്നെ വെളിയിലായി പോകുമെന്ന് ചിന്തിച്ച ഒരു സമയത്തൊക്കെ താണ വീണിരുന്ന് ഞാൻ നേടിക്കൊണ്ടിരുന്ന എന്റെ അഭയം എന്റെ ക്രിസ്തുവിൽ മാത്രമായിരുന്നു. ക്രിസ്തുവിൽ മാത്രം എന്റെ ആശ്രയം വെച്ചുകൊണ്ട് അവൻ തന്നെ എന്റെ ശരണവും എന്റെ കോട്ടയമായി മാറുവാൻ തക്കവണ്ണം ഇടവന്നു. അങ്ങനെ ദൈവത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിനരാത്രികള് കടന്നുപോയപ്പോൾ ദൈവം ഹല്ലേലൂയ അവിടെയും ഒരു മാനിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തി. ദൈവം ഒരു ഗ്രാജുവേറ്റ് ആയിട്ട് മാത്രമല്ല 50ാമത്തെ ആനിവേഴ്സറിയുടെ ഗ്രാജുവേറ്റ് സ്പീക്കറാക്കി ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടവരുത്തി. ഞാൻ പറയട്ടെ, ബൈബിൾ കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഞാൻ എൻ്റെ സ്കൂൾ പ്രായത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹിന്ദിയിലൊക്കെ എനിക്ക് ഒന്നുമില്ലായിരുന്നു മാർഗ്. എന്നാൽ ബൈബിൾ കോളേജിൽ വന്നപ്പോൾ അവിടുത്തെ ട്രാൻസ്ലേറ്റർ ആക്കി ദൈവം എന്നെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. പല ഭാഷകൾ ഹിന്ദിയിൽ, ഇംഗ്ലീഷ്, മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. ഇപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പലരുടെ മെസ്സേജുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും പലരുടെ സാക്ഷ്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു. പഠിക്കുവാൻ പേന താഴെ വെച്ച എന്നെ ഹല്ലേലൂയ ദൈവം മുന്നോട്ടിതാ പഠിക്കുവാൻ പോകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കർത്താവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഗ്രാജുവേറ്റ് സ്പീക്കറാക്കി ദൈവം അവിടെ ഉണർത്തി നിർത്തി. ഹല്ലേലൂയ. അത്ഭുതകരമായി ദൈവത്തെ സാക്ഷീകരിപ്പാൻ ദൈവം ആയിരക്കണക്കിന് ജനത്തിന് മുൻപേ എളിയവനെ ദൈവം ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണെന്ന്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു, ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിലോ ആശ്ചര്യമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പല നിന്ദിച്ചവർ പരിഹസിച്ചവരുടെ മധ്യേ ദൈവം ഉണർത്തി നിർത്തി. ഹല്ലേലൂയ. അവന്റെ നാമമഹത്വത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അനേകരും ഹല്ലേലൂയ ബ്രൂട്ടാലിറ്റിയുടെ അങ്ങേയറ്റം പരമത്തിലിരിക്കുന്ന ലോകത്തിലും ഹല്ലേലൂയ വെളിച്ചമായി ദൈവം എളിയവനെയും എടുത്ത് ഉപയോഗിക്കുന്നു. ഇതെന്റെ കഴിവല്ല, ഇതെന്റെ മിടുക്കല്ല, ഇതെന്റെ പ്രാപ്തിയല്ല, ഇത് എന്റെ യഹോവയുടെ കൃപയും കരുണയും ഒന്ന് മാത്രമെന്ന് ഞാൻ ഇന്ന് രാത്രികാലം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ എൻ്റെ MDiv കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഇനി മുന്നോട്ട് ദൈവത്തിലെ ആത്മാവ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വെച്ച് നിർത്തരുത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവെ, മുന്നോട്ട് പഠിക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല, എന്റെ ഭവനത്തിലുള്ളവർക്ക് അത്രയും കഴിവ് അവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി ഇവിടെ വെച്ച് നിർത്തുവാന്ന് തന്നെ ഞാൻ ചിന്തിച്ചു. പക്ഷേ എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നിർത്തരുത്, മുൻപോട്ട് തന്നെ പോകണം, മുൻപോട്ട് തന്നെ പോകണം, നീ ഇവിടെ കൊണ്ട് നിർത്തരുത്. നിന്നെ ഒരു അധികാര സ്ഥാനത്തിലേക്ക് കൊണ്ടെത്തുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറയുമായിരുന്നു, ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഒത്തിരി സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു.
അപ്പോൾ തന്നെ അദ്ദേഹം പറയായിരുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് പോലെ നാളെ നിങ്ങൾ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നിങ്ങളും മറ്റു പലരെയും സഹായിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, കർത്താവ് എങ്ങനെ എങ്ങനെ ആരെനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ പറയാം, അത്ഭുതകരമായി ദൈവം മുൻപോട്ട് പോകാൻ ഒരു പ്രയോജനം ഒരു 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 ആത്മപ്രേരണ നൽകി. ഞാൻ പോയി പലയിടത്തും ചോദിച്ചപ്പോൾ MTH പഠനം, മാസ്റ്റർ ഓഫ് തിയോളജി ഇൻ ക്രിസ്ത്യൻ തിയോളജി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ ആഗ്രഹപ്രകാരം ഞാൻ ഇത് മുട്ടിപ്പായി ഇങ്ങനെ പ്രാർത്ഥിച്ചു. പല കോളേജുകളിലും തിരക്കിയപ്പോൾ 5 ലക്ഷവും 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം രൂപ ഫീസ് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഏറ്റവും ഭാരപ്പെട്ടു, പ്രയാസം തോന്നി. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇരുന്നപ്പോൾ ഒരു കോളേജിൽ ഞാൻ അഡ്മിഷൻ ചുമ്മാതെ ഞാൻ ആ ഫോം നിറച്ചു കൊടുത്തു. അവർ സെലക്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കഴിഞ്ഞു. ഇന്റർവ്യൂവിൽ അവർ വളരെ നല്ലവണ്ണം അവർ പാസ്സായെന്ന് പറഞ്ഞ ഒരു ലെറ്റർ എനിക്ക് നൽകി തന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞു, ഇന്റർവ്യൂവും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ പറയുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ആക്കണമെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് പേ ചെയ്യണമെന്ന്. ആ സമയത്താണ് ഞാൻ പ്രിയ ബീന ആന്റിയെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ഞാൻ ആന്റിയോട് പറഞ്ഞു ഈ കാര്യം. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു, മോനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ധൈര്യമായിട്ട് മുൻപോട്ട് തന്നെ പോകുക എന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, പല രീതിയിൽ കൂടെ ദൈവം നമ്മൾ കാണാത്ത പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ കൂടെ ദൈവം പ്രാർത്ഥിപ്പാനായി ചില പ്രെയർ പാർട്ട്നേഴ്സിനെ ദൈവം ഒരുക്കും. ചില പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ വഴികൾ അടഞ്ഞിരിക്കത്തില്ല. ദാവീദിന്റെ താക്കോലുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവൻ തുറന്നാൽ ആരടയ്ക്കും? അവൻ അടച്ചാൽ അത് ആര് തുറക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയുള്ളത് ദൈവം നിനക്ക് വേണ്ടി തന്നെ അത് കൊണ്ടുതരുമെന്ന് പറയുന്നത്. ഏലിയാവ് വിഷമിച്ച് ചൂരച്ചെടിയുടെ താഴെ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ കനലിൽ ചുട്ട അടയും ഹല്ലേലൂയ തുരുത്തിയിൽ വെള്ളവും നൽകിക്കൊടുത്ത് അവനെ ഹല്ലേലൂയ ഹോരേബ് എന്ന മലയോളം വരെ 40 രാവും പകലുമില്ലാതെ ഓടുവാൻ തക്കവണ്ണം അവനെ ദൈവം ഇടവരുത്തി. അപ്രകാരം മുൻപോട്ട് ഓടുവാൻ തക്കവണ്ണം ദൈവാത്മാവ് എന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഭാരത്തോട് പ്രയാസത്തോടെ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ എങ്ങനെ വഴികൾ തുറക്കും, എങ്ങനെ വാതിലുകൾ തുറക്കും? പലരും ഞാനിങ്ങനെ ചിന്തിച്ചു, ഹല്ലേലൂയ വേറെ മറ്റ് ജോലിക്ക് പോയാൽ ഒന്നും ആകത്തില്ല. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ വിളി അത് ദൈവ വിളിയാന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മളെ വിളിച്ചിരിക്കുന്ന ചെറിയൊരു വേലയ്ക്കല്ല, ഇതൊരു മഹത്വമേറിയൊരു വേലയാണ്. ആകയാൽ ഈ മഹത്വമേറിയ വേലയ്ക്ക് എന്റെ മൊത്തം കരുത്ത് കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ ദൈവത്തിലേക്ക് സമർപ്പിച്ചു. ഞാൻ എന്റെ BTH കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത്, എന്റെ മമ്മി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ലേ, മമ്മി പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, നീ അത് മാത്രം ചെയ്താൽ മതി, അതിൽ ദൈവപ്രവൃത്തി കണ്ടു. താമസമെങ്കിലും ഹല്ലേലൂയ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതിതാ അതിന്റെ സമാപ്തിയിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ഒരു സമയമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അവൻ ചിലത് ബിൽഡ് ചെയ്യുന്നു, അവൻ ചിലത് പ്രിപ്പയർ ചെയ്യുന്നു. അപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. MTHന്റെ പഠനത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർ മെയില് കഴിഞ്ഞ ദിവസം കടന്നു വന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവേ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് കൊടുക്കണം, അവിടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഇപ്പൊ അഡ്മിഷൻ സീറ്റിന് വേണ്ടിയുള്ള ഫീസ് കൊടുക്കണം. എങ്ങനെ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ ഞാൻ ഒന്നറിയുന്നു, വിളിച്ചവനവൻ വിശ്വസ്തൻ, അവൻ വഴിയിലിട്ടിട്ട് പോകാത്ത ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വേലയ്ക്കായി അവൻ വിളിച്ചിരിക്കുന്നു. പൗലോസിനെ വിളിക്കുമ്പോൾ പൗലോസിന് പലത് പറയാനുണ്ട്. എന്നാൽ അവൻ പറയുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ജീവിക്കുന്നത് ക്രിസ്തുവിന്, മരിക്കുന്നത് എനിക്ക് ലാഭമെന്ന്. ഹല്ലേലൂയ. എന്റെ ജീവിതം ഞാൻ അപ്രകാരം കേന്ദ്രീകരിച്ച് പൗലോസ് പറയുന്നത് പോലെ ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രിസ്റ്റോസ്, ക്രിസ്തുവിൽ മാത്രം, ക്രിസ്തുവിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഞാനിതാ മുൻപോട്ട് കടന്നു പോകുന്നു. MTH പഠനത്തിന് തന്നെ നല്ലൊരു ശതമാനം ചെലവൊക്കെയും ഉണ്ടെങ്കിലും എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴും ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചില വഴികള്, ചില വാതിലുകള് ദൈവം തുറന്നു തരട്ടെ. ചില അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഇനിയും പങ്കുവെക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചെറുതിലും വലുതിലും എന്തിലായാലും ദൈവനാമം മാത്രം മഹത്വം എടുക്കണം. ഹല്ലേലൂയ. We are staying in an ever changing world. Hallelujah. In an ever changing world, we need to share the unchanging word of God. We need to share the unchanging gospel for the good news for today. Hallelujah. In an ever changing world, the unchanging gospel is the real truth. Praise the Lord. Hallelujah. ഞാൻ പറഞ്ഞത് ഗ്രാജുവേഷൻ സ്പീക്കർ ആയിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു വാക്ക് വാചകം ഇപ്രകാരമായിരുന്നു,
commencement is not the end of commitments. Commencement is not the end of commitments, but commencement is the beginning of new commitments. Hallelujah. അതാണ് എനിക്ക് ദൈവം തന്ന ഒരു ഹാലലൂയ, ഒരു ആമേൻ, ഒരു കൃത്യമായ ഒരു ഫൗണ്ടേഷൻ. അതിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക, നിന്റെ ഓട്ടം ഇവിടെ വെച്ച് തീർന്നിട്ടില്ല. നീ MD കൊണ്ട് തീർക്കരുത്. നിനക്കിതാ മുൻപോട്ടൊരു വഴിയുണ്ട്, ഇനിയും ഒരു ഓട്ടമുണ്ട്, ഇനിയും ചിലതിലേക്ക് പോകുവാൻ ദൈവം ഇതാ എന്നെ മുൻപോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു നല്ല യോദ്ധാവായി ദൈവം എളിയവനെയും എടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ഈ സമയം നൽകി തന്ന പ്രിയ ബീന ആന്റിയോടും ആമേൻ കുടുംബത്തോടും അവരുടെ സഭയോടും ആമേൻ ഈ മിനിസ്ട്രീസിനോടൊക്കെ ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഹൃദയം എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും ടു ദ ഗ്രൗണ്ട് ആണ്. എനിക്ക് ഗ്രൗണ്ട് ഫീൽഡിൽ പ്രവർത്തിക്കുന്നതാണ് എപ്പോഴും താല്പര്യം. പ്രാർത്ഥന വിഷയങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇളയോനോട് പറയാം, ഷെയർ ചെയ്യാം. പ്രിയ ബീന ആന്റിയോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്നെ ഇത്ര ഈ സമയം വരെ കേട്ടോണ്ടിരുന്ന എല്ലാ ലൈവിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഉള്ള എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരോടുള്ള നന്ദി പറയുന്നു. പ്രിയ അപ്പച്ചന്മാരെ, അമ്മച്ചിമാര്, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമാക്കി തീർക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി ആയിത്തീരുക. നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന സമയങ്ങള് അത് വർഷങ്ങളല്ല, അത് വെറും ഡേയ്സ് മാത്രമേ ഉള്ളൂ. വി ആർ അറ്റ് ദി എൻഡ് ടൈംസ്. ആകയാൽ നമ്മുടെ ശ്വാസം വരെയും വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് നല്ല ഓട്ടം ഓടി, നല്ല പോർപ്പൊരുതി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നാകുന്ന ആ യേശുവിലേക്ക് നോക്കി നമുക്ക് ഓടാം. വാടാത്ത കിരീടത്തിന്റെ അവകാശികളായി നാം ഓരോരുത്തരും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു മോനെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അനുഗ്രഹിതമേറിയ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. മോൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൊച്ചു ജീവിതത്തിലേക്ക് ബൈബിൾ കോളേജ് പഠനമൊക്കെ ഞാനും ഓർത്തുപോയി. ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ചുവടാ. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു: ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻ വരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻ വരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സുസ്ഥ്യർഹമേ തവ നാമം. എനിക്ക് പാട്ട് മുഴുവൻ പാടണമെന്നുണ്ടെങ്കിലും ഞാൻ ചിന്തിക്കുകയാണ്. ആമേൻ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ സാക്ഷ്യം, ആമേൻ, എനിക്ക് എൻ്റെ ജീവിത അനുഭവമാണ് പങ്കുവെച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാനും ഒറ്റയ്ക്ക്, സത്യം പറഞ്ഞ ഒരു ജ്ഞാനായ യാക്കോബ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. മോന് വിശ്വാസത്തിൽ ഒരു അമ്മച്ചിയെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നു. എനിക്കതിനും ആളില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് ബൈബിൾ കോളേജിൽ പോയതിൻ്റെ പേരിൽ. കൃപയാൽ അവിടെ എനിക്ക് ഒരു ശമ്പളമില്ല, ഒന്നുമില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഞാൻ അടുക്കള ജോലി ചെയ്തു കൊടുത്തു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് എന്നെ അവിടുത്തെ സ്കിൽസ് ട്രെയിനിങ് വാർഡനാക്കി. 1 അവർ അവരെന്നെ ടീച്ചറായിട്ട് നിയമിച്ചു. ആ ക്ലാസ് കഴിഞ്ഞ് എനിക്ക് എൻ്റെ BTH ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ശമ്പളം വാങ്ങിച്ച് ഒരു ടീച്ചറായിട്ട് നിന്നുകൊണ്ട്, വാർഡനായിട്ട് നിന്നുകൊണ്ട് വഴി ദൈവം തുറന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ കുഞ്ഞു കുട്ടികളിൽ കൂടി ഞാൻ ഓർത്ത് 90 കാലഘട്ടത്തിലൊക്കെ ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ കാണത്തുള്ളൂ എന്ന്. എന്നാൽ ഈ 2025 ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, പ്രിയപ്പെട്ടവരെ, ഈ ലൈവിലൂടെ ആയിരിക്കുന്നവരെ, ഇത് ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ്. കാരണം ഒരു ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസം എന്നൊന്നും പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. മാത്രമല്ല, ഈ മോൻ പറഞ്ഞു,
ഹരിയാനയിൽ പോയ കാര്യമൊക്കെ, എൻ്റെ ഫസ്റ്റ് മിഷൻ യാത്ര ഹരിയാനയിലാണ്. 1993 ഞാൻ ഹരിയാനയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ കടന്നു ചെന്ന് ഞാൻ അനുഭവിച്ച കഷ്ടതകൾ, ഏകദേശം 5 വർഷക്കാലം അവിടെ നിന്നു കർത്താവിന് വേണ്ടി വളരെ അതിശക്തമായി. ഇന്ന് ഹരിയാനയിൽ യമുനാ നഗറിൽ നിങ്ങൾ ചെന്നാൽ കാണാം, അവിടെ ഇന്ന് ആമേൻ വളരെ അനുഗ്രഹീതമായ നിലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അവിടെ നിൽക്കുന്ന ദൈവദാസന്മാർ. ഞങ്ങൾ അവിടെ യമുനാ നഗർ ജില്ലയിലെ കാൻസാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആമേൻ പ്രവർത്തിച്ച് കണ്ണീര് വാരി വെതറിയെടുത്ത് ഇന്ന് ഒരു 20-25 ആമേൻ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ഹെഡ് ഓഫീസ് ഉണ്ട്. ആമേൻ എപ്പോഴും ഞങ്ങളുടെ ആമേൻ ഫീൽഡ് സെക്രട്ടറി ചോദിക്കും, ഇവിടെ ഒന്നും ആരും വരുന്നില്ല, കാൻസാപൂരിൽ എന്താണ് ഇത്ര പ്രത്യേകത? കണ്ണുനീര് വിതറിയാൽ അവിടെ ദൈവം അതിനെ ആമേൻ വളർത്തുന്ന ദൈവമാണ്. ആമേൻ മാത്രമല്ല, ആമേൻ അവിടെ കൊണ്ട് വേല തീർന്നില്ല. ആമേൻ ഛത്തീസ്ഗഡിൽ പോയി ഇന്ത്യയുടെ 20 സ്റ്റേറ്റുകൾ, ഹല്ലേലൂയ, ഇപ്പോൾ ഞാൻ കവർ ചെയ്ത് നേപ്പാൾ, ഭൂട്ടാൻ, UAE, ആമേൻ UKയുടെ പ്രദേശങ്ങൾ. കർത്താവ് ഒരുവനെ കണ്ടാൽ ആമേൻ ദൈവം പ്രവർത്തിക്കും. ആകയാൽ ഞാൻ മോനോട് വളരെ ശക്തമായ ഒരു ദൂത് പറയട്ടെ, ആമേൻ ആഴി എന്ന് ഓർത്താൽ കാല് ചവിട്ടാൻ പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതം അത്ര കഷ്ടതയുടെ, ആമേൻ അത്ര വേദനയുടെ, അത്ര നിരാശയുടെ ആമേൻ അവസ്ഥ ഉളവാക്കുന്നതാണ്. ആമേൻ എൻ്റെ ജീവിതത്തിൽ എത്രയും നിരാശപ്പെടുത്തി എന്നെ എവിടെയും പറിച്ചു മാറ്റി, എവിടെയും ഒതുക്കുവാൻ ശ്രമിച്ചവരുടെ നടുവിലാണ്. ആമേൻ അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം ആത്മാവിൽ നിന്നുകൊണ്ട് പറയട്ടെ, ആമേൻ ഈ ഓളപ്പരപ്പ് കണ്ടാൽ കാല് ചവിട്ടാൻ ഭയപ്പെടും, എന്നാൽ ധൈര്യമായി ചുവട് വെക്ക്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് പറയട്ടെ, ചുവട് വെക്ക്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും എൻ്റെ വിശ്വാസ ജീവിതമാണ് ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസഗോളത്തിൽ ഇറങ്ങിയവരാരും പട്ടിണി കിടന്ന് ചത്തവരില്ല. ആമേൻ. ഒരു കാക്കയെ നോക്കെ ദൈവമാണ് പുലർത്തുന്നത്. കരണ്ടടിച്ച് ചത്താലും പട്ടിണി കിടന്ന് കാക്ക ചത്തെന്ന് ആരെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കോ ആമേൻ അവൻ മുടക്കം വരുത്തത്തില്ല. ആകയാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമാ വിളിച്ചു താൻ്റെ ദാസൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, വിശ്വപ്രഖ്യാതമായ നിലയിലേക്ക് എൻ്റെ മകനെ ദൈവം എഴുന്നേൽപ്പിക്കും. പേന താത്തു വെച്ചവനെ തൂലിക ചലിപ്പിച്ച് പുസ്തകങ്ങൾ എഴുതിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ മകനെ ഞാൻ നിന്നെ കൊണ്ടുവരുമെന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ, ആമേൻ. എനിക്ക് പൈതലിനെ വ്യക്തമായിട്ട് അറിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മുടെ തലമുറകളെ നാം ആമേൻ കൈത്താങ്ങൾ കൊടുത്ത് പുറത്തു കൊണ്ടുവരണം. നമ്മൾ സാക്ഷ്യം കേട്ട് വിട്ടു പോകുന്നവരായിട്ടല്ല, മറിച്ച് ആമേൻ അവരെ വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആമേൻ, ഈ കുഞ്ഞിനോട് ആർക്കെങ്കിലും ആമേൻ ആ സുവിശേഷ വേലയിൽ ആമേൻ തന്നോട് ഒരു സഹഭാഗിയായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹല്ലേലൂയ എന്നെ കോണ്ടാക്ട് ചെയ്യണമേ. ആമേൻ. മോന്റെ ആമേൻ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് പലരും കേട്ടുവിട്ട് പോകും, മൈൻഡ് ചെയ്യത്തില്ല. ആമേൻ. പല കാര്യങ്ങൾക്ക്, വേണ്ടാത്ത കാര്യങ്ങൾക്ക് പലരും ആമേൻ കൈ നീട്ടുമ്പോൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആമേൻ നീ കൈ നീട്ടിയാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടേ. ഇല്ലെങ്കിൽ ദൈവം അവന് വേണ്ടി വഴി തുറന്നോളും. ആമേൻ. ഞാൻ പറയട്ടെ, ആർക്കും ദൈവം കടക്കാരനല്ല. കാല് വെച്ചവന് ആമേൻ വെള്ളത്തിൽ ഇറങ്ങിച്ചെന്ന് ആമേൻ വിശ്വാസത്താൽ പത്രോസ് ഒരിക്കൽ കാല് നീട്ടി കാല് പടകിൽ നിന്ന് ഇറക്കി, കർത്താവേ നീ ആകുന്നെങ്കിൽ നിന്റെ അടുക്കൽ വരട്ടെ, ഈ ആഴിയും ഓളവും ഒക്കെ കണ്ടിട്ട. പക്ഷെ അല്പവൻ പേടിച്ചു, എന്നാൽ കരം പിടിച്ച മുങ്ങിപ്പോകാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് ആമേൻ കർത്താവിന് വേണ്ടി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ ആരെയും കർത്താവ് കൈവിട്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ആത്മാർത്ഥ കൊണ്ട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ പോരാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐവിനെ കോണ്ടാക്ട് ചെയ്യുവാൻ മറക്കരുത്. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആത്മാവിന്റെ നിറവിൽ നിന്ന് ഞാൻ പറയട്ടെ, ഐവിൻ ജോസഫ് കർത്താവിന്റെ വിളി കേട്ട് ആമേൻ ഇറങ്ങിയവനാണ്. അവന് ലോകപ്രകാരം മറ്റെന്തെങ്കിലും ജോലി ചെയ്താൽ ആമേൻ ജീവിച്ചുകൂടെ എന്ന് നിങ്ങൾ ചോദിക്കും. ആരെനിക്ക് വേണ്ടി പോകും? ദൈവ ശബ്ദം കേട്ടിട്ട് അടിയനിതാ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എങ്കിൽ
ദൈവമക്കളെ, നിനക്ക് സഹായിക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ല, നിനക്ക് പ്രാർത്ഥിപ്പാനേ കഴിയുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യുക. ദൈവം തന്റെ ഭണ്ണാർത്ത തുറന്ന് എന്റെ പൈതലിനെ അനുഗ്രഹിക്കും. ആകയാൽ ആരൊക്കെ ഈ സാക്ഷ്യം കേൾക്കുന്നുവോ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുവോ, തുടർന്ന് യൂട്യൂബ് ചാനലിലൂടെയും ഈ സാക്ഷ്യം കേൾക്കുന്നുവോ, അധികമൊന്നും ആളുകൾ ചാനലിൽ ഇല്ല എങ്കിലും ഒരാളുടെ ഹൃദയം തുറന്നാൽ ആമേൻ, ദൈവപ്രവൃത്തി വെളിപ്പെടും. ആകയാൽ രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കെന്ന് വായിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് എൻ്റെ ഉള്ളിലെ ആത്മാവ് ഉണർത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും എടുത്ത് നോക്കിക്കോ, ആർക്കെങ്കിലും വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ദൈവാത്മാവ് പറഞ്ഞു നമ്മുടെ തലമുറകളെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും. ആമേൻ. അവരെ നാളത്തെ സുവിശേഷകരുമാണ്. അവർ എഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഈ ആത്മീയ ഗോളത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയും ഈ ശ്രദ്ധയിൽ ഇരിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ ആൽവിന്റെ നമ്പർ കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും ഐവിന്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഐവിനെ കോൺടാക്ട് ചെയ്യണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ നാമം മഹിമപ്പെടട്ടെ. മോനെ, അനുഗ്രഹിതമേറിയ അനുഭവ സാക്ഷ്യം, ധാരാളം അനുഭവങ്ങൾ. എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ അവസരം തന്നാൽ എനിക്ക് ഒരു മാസം ആയാലും തീരത്തില്ല. അത്ര ദൈവം നടത്തിയ വിധങ്ങൾ. വിശ്വാസത്തിലല്ല ജീവിക്കുന്നത്. അപ്പൊ കർത്താവ് നടത്തുന്ന വിധം നമുക്കൊന്നും വിളിച്ചു പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് ഞാൻ തീർന്നില്ല എന്ന് എനിക്കറിയാം സാക്ഷ്യം. എങ്കിലും നമുക്ക് സമയത്തിന്റെ പരിമിതികൾ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇനി ദൈവ അവസരങ്ങൾ ഒരുക്കുമ്പോഴൊക്കെയും നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് ധാരാളമായിട്ട് പൈതലിനെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അതിവേഗം ഹല്ലേലൂയ പിതാവിനും വിടുതൽ കൊടുക്കട്ടെ. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് സാക്ഷി. ഞാനും ബോൺ പോയ ആളാ. സർജറി പറഞ്ഞാൽ അത് ചെയ്യാതെ 2 വട്ടം പറഞ്ഞ സർജറി ചെയ്യാതെ 2 വട്ടം ഞാൻ തളർന്നു പോയതാ. എന്റെയും ബാക്ക് ബോൺ വയ്യ. ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ധാരാളം നമുക്ക് പേഴ്സണലി പറയാം. ധാരാളം കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ പറയട്ടെ, ദൈവം നമ്മെ കൈവിടാത്തവനാണ്. നിന്റെ പ്രതികൂലത്തില്, പ്രശ്നത്തില്, രോഗത്തില്, നിരാശയില് ഇത് കടന്നു പോകുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയാം. നിന്റെ രോഗം നിന്നെ തളർത്താനല്ല, നിന്റെ പ്രതികൂലം നിന്നെ ഇല്ലായ്മ ചെയ്യുവാനല്ല, നിന്റെ ദാരിദ്ര്യം നീ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകാനല്ല. ധൈര്യത്തോടെ അങ്ങനെയുള്ളവരുടെ അടുക്കൽ കടന്നുപോയി യാതൊരുവിധ ഖേദവും കൂടാതെ അവരെ ആരെന്നറിഞ്ഞ് അവരോട് ചേർന്ന് നിൽക്കുവാനാ. വിശപ്പുള്ളവന്റെ വിശപ്പ് അറിയുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ അങ്ങനെയുള്ള അനുഭവത്തിൽ ശുശ്രൂഷക്കാരെ കർത്താവ് അണുതെടുക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, മറ്റാരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആ കുഞ്ഞു ജീവിതത്തിൽ അനുഭവിച്ച ഹൃദയവേദന ഞാൻ അതിലൂടെ കടന്നു പോയവളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ധാരാളം പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ നമ്പർ വിളിച്ച് നിങ്ങൾ സഹകരണം കാണിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവെ, പൈതലിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ വേല ചെയ്യുവാൻ താവേ ഞങ്ങൾക്ക് ഈ കാലങ്ങളിൽ വിദ്യാഭ്യാസവും ആവശ്യമാണല്ലോ അപ്പ. ആകയാൽ കർത്താവെ, ഐവിന്റെ കാര്യത്തിന് മേൽ കർത്താവ് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ അറിയുന്നില്ല ആരൊക്കെയാണ് ഈ ലൈവിൽ വാച്ച് ചെയ്തതെന്നും തുടർന്ന് ആരൊക്കെ ഇത് കാണുവാനിരിക്കുന്നതെന്നും അടിയൻ അറിയുന്നില്ല. എങ്കിലും എൻ്റെ ദൈവം തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു കൊടുക്കുവാൻ മതിയായ ദൈവമാ. ആകയാൽ കർത്താവെ, അവന് വേണ്ടി വാതിലുകളെ തുറക്കണമേ, വഴികളെ തുറക്കണമേ. താവേ, അവൻ്റെ തുടർ പഠനം യാതൊരു വിധത്തിലും ഭാരപ്പെടുവാൻ അനുവദിക്കാതെ വണ്ണം കർത്താവിന്റെ മഹത്വം അവനിൽ വെളിപ്പെടുത്തുവാൻ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യും വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കട്ടെ. നല്ലൊരു ഭാവി, ഫ്യൂച്ചർ ലൈഫ് കർത്താവ് കൊടുത്താട്ടെ. ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാനിടയാക്കിയാട്ടെ. നന്മകളാൽ നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. സകലവും പുത്രനാമേശ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. Maranatha.